الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما സ്നേഹമുള്ള ഇസ്ലാഹി പ്രവർത്തകന്മാരെ, സഹോദരിമാരെ, കാരുണ്യവാനായ ദയാപരനായ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അനുഗ്രഹം നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. രണ്ട് ലോകത്തും അല്ലാഹു തആല ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് ക്ഷമ യാചിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ പുറപ്പെട്ടതാണ്, പക്ഷേ ബസ്സിൻ്റെ ഭാവം കൊണ്ട്, ബസ്സിൻ്റെ കുറവ് നിമിത്തം കൊണ്ടാണ് ഇത്ര വൈകിയത്. അപ്പോൾ നിങ്ങൾ ഇത്രയും സമയം കാത്തിരുന്ന് ക്ഷമിച്ചതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യത്തിലും ആയുസ്സിലും സമ്പത്തിലും സന്താനങ്ങളിലും പരിശുദ്ധനായ അർഹമുർ-റഹീമീനായ റബ്ബ് ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഹദീസുകളെ സംബന്ധിച്ച്, ഹദീസുകളോട് സലഫുകളുടെ സമീപന രീതികൾ, അത്തരമൊരു വിഷയമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഈ ഘട്ടത്തിൽ സംസാരിക്കുന്നത്. എന്താണ് ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഹദീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വർത്തമാനം, വാർത്ത എന്നൊക്കെയാണ്. പക്ഷേ നമ്മളിവിടെ ഹദീസ് എന്ന് പറയുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതപരമായിട്ടുള്ള ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകൾ, അവിടുത്തെ പ്രവൃത്തികൾ, അവിടുന്ന് അംഗീകാരം നൽകിയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് ഹദീസുകൾ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിൻ്റെ ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തുകയുണ്ടായ ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ വിവക്ഷ മാ സ്വദറ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറൽ ഖുർആൻ മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖരീരിൻ മിമ്മാ യഹുസ്സുൽ അഹ്കാം അത്ത്-തശ്രീഅ്. അതായത് ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട വിധികൾ, നിയമങ്ങൾ, അതുമായൊക്കെ ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും അവിടുത്തെ പ്രവർത്തികളും അവിടുത്തെ അംഗീകാരം നൽകിയിട്ടുള്ള കാര്യങ്ങളുമാണ് അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് എന്നാണ്. ഈ സുന്നത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകാര്യോഗ്യമായിട്ടുള്ള
സ്വഹീഹായിട്ടുള്ള നബി വചനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പ്രമാണമാണ്. ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുർആൻ. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ നിരവധി വചനങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനങ്ങൾ അത് സ്വീകരിക്കണം, അത് പിൻപറ്റണം എന്നൊക്കെ ആഹ്വാനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ 4-ാം അധ്യായം സൂറത്തു നിസാ 59 നമുക്ക് കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുക എന്നാണ്. അപ്പൊ ഇവിടെ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദീനിന്റെ ഭാഗമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ, അവിടുന്ന് സ്വഹാബികളിൽ ചില ആളുകൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അംഗീകരിച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പ്രമാണമാണ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ ശതക്കണക്കിന് ആയത്തുകൾ ആ കാര്യം പറയുന്നുണ്ട്. സൂറത്തുൽ ഹശ്റിൽ നമുക്ക് കാണാം, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുവിൻ, അവിടുന്ന് വിരോധിച്ചത് നിങ്ങൾ വിടുകയും ചെയ്യുവിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങള്, ആ അധ്യാപനങ്ങളോട് പുച്ഛ മനോഭാവത്തോടുകൂടെ അതിനെ എതിർക്കുകയാണ് എങ്കിൽ അത് സുന്നത്തല്ല, റസൂലുള്ള അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പഠിപ്പിച്ചൊരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ 24-ാം അധ്യായം സൂറത്തുൻ നൂർ അതിന്റെ 63-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയോട് എതിര് നിൽക്കുന്ന, വിരുദ്ധമായി നിൽക്കുന്നവർ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ്. അൻ തുസീബഹും ഫിത്ന, അവർക്ക് ഫിത്ന ബാധിക്കുമെന്ന്, പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന്, ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനയേറിയിട്ടുള്ള ശിക്ഷ അവർക്കുണ്ടാകുമെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ തന്നെ പഠിപ്പിക്കുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ അത് സ്വീകാര്യോഗ്യമാണ് എങ്കിൽ, സ്വഹീഹാണ് എങ്കിൽ, ന്യൂനതകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും മുക്തമാണ് എങ്കിൽ ആ വചനങ്ങള് നമ്മൾ സ്വീകരിക്കണം. അതാണ് പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം. ഖുർആൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രമാണം അതാണ് എന്ന് നമ്മൾ അറിയുക. നിങ്ങൾ നോക്കൂ, എന്തിനാണ് ഈ ഹദീസുകൾ, ഖുർആൻ മാത്രം പോരെ എന്നുള്ള ചിന്ത ആളുകൾക്ക് ഉണ്ടാകും. പോരാ. കാരണം എന്താ? പരിശുദ്ധ ഖുർആനിലെ ഒട്ടേറെ സംഗതികൾ വളരെ സംക്ഷിപ്തമായിക്കൊണ്ട്, വളരെ ബ്രീഫായിക്കൊണ്ടാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക എന്ന്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്നത്, അതിന്റെ രൂപം, അതിന്റെ ഭാവം, ഇതൊന്നും വിശുദ്ധ ഖുർആനിലില്ല. ഖുർആനിൽ നമസ്കരിക്കണം എന്ന് എത്രയോ ആയത്തുകളിലുണ്ട്. 100-ലധികം വചനങ്ങളിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ, റുകൂഅ്, സുജൂദ്, ഖിയാം തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ അതിന്, നമസ്കാരത്തിന് നമുക്കറിയാലോ, അർക്കാനുകളുണ്ട്, വാജിബാത്തുകളുണ്ട്. അതൊക്കെ ഖുർആനിലുണ്ടോ? അതൊന്നുമില്ല. എങ്ങനെ അത്തഹിയാത്തിനിരിക്കണം, അല്ലെങ്കിൽ അത്തഹിയാത്ത് ഉണ്ടോ, ഇതൊക്കെ ഖുർആനിലുണ്ടോ? ഇല്ല. പിന്നെ എവിടെയാ? ഹദീസിലാണ്. അപ്പോ ആ ഹദീസുകൾ തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കണം. ഹജ്ജിനെ കുറിച്ച് വിശുദ്ധ ഖുർആനില് സൂറത്തുൽ ബഖറയിൽ പരാമർശിച്ചു, സൂറത്തുൽ ഹജ്ജിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഹജ്ജിന്റെ സമ്പൂർണമായ രൂപം, ഹജ്ജിന്റെ രൂപം തന്നെ 3 ഇനങ്ങളാണ്. അത് തമത്തുണ്ട്, ഖിറാനുണ്ട്, ഇഫ്റാദുണ്ട്. അങ്ങനെ ഓരോ ഹജ്ജിന്റെ രൂപങ്ങളുടെയും റുക്നുകള്, അതിന്റെ വാജിബാത്തുകള്, ഇതൊന്നും തന്നെ വിശുദ്ധ ഖുർആനിലില്ല. ഇനി ഹജ്ജിന്റെ റുക്നുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ, ഒരാൾ ചെയ്യാൻ മറന്നുപോയി,
അല്ലെങ്കിൽ മനഃപൂർവ്വം അബദ്ധം സംഭവിച്ചു പോയി, അതിന് പരിഹാരം എന്ത്? അത് ഖുർആനിലില്ല. അത് ഖുർആന്റെ പോരായ്മയല്ല, മറിച്ച് എന്താ, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അത് ഹദീസുകളിലാണുള്ളത്. ആ ഹദീസുകൾ നമ്മൾ സ്വീകരിക്കണം. ഇപ്പോ ജംറയിൽ കല്ലെറിയുക എന്നുള്ളത് അത് ഹജ്ജിന്റെ വാജിബാത്തുകളിൽ പെട്ട ഒന്നാണ്. അത് ഏതൊക്കെ ദിവസം എറിയണം, ഏത് സമയത്തെറിയണം, എപ്പോഴെങ്കിലും ചെന്നെറിയാൻ പറ്റൂല. അതിനൊക്കെ സമയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ നമുക്കറിയാം, ദുൽഹജ്ജ് 10 അറവിന്റെ ദിവസം, പെരുന്നാളിന്റെ ദിവസം, അന്ന് ജംറത്തുൽ കുബറയിൽ എറിയണം. അന്ന് മറ്റുള്ള 3 ജംറകളാണല്ലോ. അന്ന് ജംറത്തുൽ കുബറയിൽ അല്ലെങ്കിൽ ജംറത്തുൽ അഖബ എന്നും അതിന് പേരുണ്ട്. അതിന് മാത്രമാണ് എറിയുക, മറ്റുള്ള ജംറകളിൽ എറിയൂല. അത് 3 ജംറകളിൽ എപ്പോഴാണ് എറിയുക? ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങളിലാണ്. അതെപ്പോഴാണ് എറിയേണ്ടത്? അത് ആകാശമധ്യത്തിൽ നിന്ന് സൂര്യൻ തെറ്റിയതിനു ശേഷമാണ്. അഥവാ ളുഹർ നമസ്കാരത്തിന്റെ ആ സമയം ആയതിനു ശേഷമാണെന്ന് ജംറകളിൽ എറിയുക. അപ്പോ ഇത്തരം ഹജ്ജിന്റെ സമ്പൂർണമായ രൂപം അത് വിശുദ്ധ ഖുർആനിലില്ല, മറിച്ച് ഹദീസുകളിലാണുള്ളത്. ഇനി ഈ ഹജ്ജ് നമസ്കാരം മാത്രമല്ല, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അനന്തരാവകാശ നിയമങ്ങൾ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. സൂറത്തുൻ നിസാ 4-ാം അധ്യായം 11, 12, 13, 14 വചനങ്ങള്. അതുപോലെ 4-ാം അധ്യായം സൂറത്തുൻ നിസാ 176-ാമത്തെ വചനം. ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ സ്വത്ത് അതിന് ആർക്കൊക്കെ അവകാശങ്ങളുണ്ട്, അതൊക്കെ ആ ആയത്തുകളിൽ പറയുന്നു. ആ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? ഒരാൾ മരണപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് ആ മയ്യത്തിന് കടങ്ങളുണ്ടെങ്കിൽ അത് ആ സമ്പത്തിൽ നിന്ന് എടുത്ത് വീട്ടണം. അതുപോലെ വസിയ്യത്ത്, അനന്തരാവകാശ നിയമങ്ങൾ പറഞ്ഞപ്പോ 3 തവണയെങ്കിലും വിശുദ്ധ ഖുർആനിൽ കാണാം മിൻ ബഅദി വസിയ്യത്തിൻ എന്ന്. അതായത് വസിയ്യത്ത്, ഈ മരിച്ച വ്യക്തി വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ വസിയ്യത്ത് രേഖപ്പെടുത്തി കാണും, അല്ലെങ്കിൽ വിശ്വസ്തരായ ആളുകളോട് പറഞ്ഞു കാണും. ആ വസിയ്യത്തുണ്ടല്ലോ, അത് ശരീഅത്ത് അംഗീകരിക്കുന്ന വസിയ്യത്താണെങ്കിൽ അത് നടപ്പാക്കിയിട്ട് വേണം ബാക്കിയുള്ള സ്വത്താണ് മകനും മകൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ നൽകുക. അപ്പോൾ ഇവിടെ വസിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഖുർആനിൽ വസിയ്യത്ത് എന്നേ പറഞ്ഞിട്ടുള്ളൂ, എത്ര വസിയ്യത്ത് നൽകാം എന്നില്ല. അതെവിടെയുള്ളത്? അതായത് ഖുർആനില് ഇങ്ങനെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞു പോകാണ്, സൂചന മാത്രം, വിശദീകരണം ഹദീസിലാണ്. ഒരാൾക്ക് ഒരു 10 കോടി സ്വത്തുണ്ടെന്ന് വിചാരിക്കുക. 10 കോടി രൂപയുടെ സ്വത്തുമായിട്ടാണ് ഒരാൾ മരണപ്പെട്ടത്. അയാൾ ആ മരണപ്പെടുന്നതിന് മുമ്പ് ആ സ്വത്ത് മുഴുവൻ 10 കോടിയും യതീംഖാനയിലേക്ക് ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ വസിയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയാൽ അത് ശരിയാകുമോ? ശരിയാകൂല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആകെ സ്വത്തിന്റെ 1/3 അധികമാകാൻ വേണ്ടി പാടുള്ളതല്ല. ഇപ്പൊ 90 ലക്ഷം ഉണ്ടെങ്കിൽ അതിൽ 30 ലക്ഷത്തിലധികം വസീയത്ത് ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ? മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയേ, എനിക്ക് അനന്തരാവകാശിയായിട്ട് മകളെ മാത്രമേ ഉള്ളൂ, അപ്പൊ ഞാൻ എൻ്റെ സ്വത്ത് ദാനം ചെയ്യട്ടെയോ, അങ്ങനെ വസിയത്ത് ചെയ്യട്ടെയോ എന്നാണ്. അപ്പോ പകുതിയെങ്കിലും വസിയത്ത് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു. റസൂലുള്ളാഹി പറ്റൂല എന്ന് പറഞ്ഞത്. അങ്ങനെ നിന്റെ മക്കളെ അല്ലെങ്കിൽ അനന്തരാവകാശികളെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നവരായി, യാചിക്കുന്നവരായി വിട്ടേക്കാൻ വേണ്ടി പാടില്ല. അവർക്ക് വസിയത്ത് ചെയ്യണത്രേ. അത് വസിയത്ത് പരമാവധി 1/3 ആകാൻ വേണ്ടി പാടുള്ളൂ. മനസ്സിലായോ? അത് അപ്പോൾ ഈ ഒരു വസിയത്തിനുള്ള ഒരു പരിധി അതെവിടെയാണുള്ളത്? ഹദീസിലാണുള്ളത്, ഖുർആനിലില്ല. അപ്പൊ ഖുർആനിൽ സൂചന മാത്രമുള്ളൂ. ഇങ്ങനെ കുറെ വിഷയങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ഇപ്പോ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസായിൽ തന്നെ ഒരാൾക്ക് ആരെയൊക്കെ കല്യാണം കഴിക്കാമെന്ന് വന്നിട്ടുണ്ട്. ആരെയൊക്കെ കല്യാണം കഴിക്കാം, ആരെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്നാൽ പൂർണ്ണമായിട്ട് അത് ഖുർആനിലുണ്ടോ? ഇല്ല. ഇപ്പോ ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് അവളുടെ അമ്മായി ഉണ്ട്. അമ്മായി എന്ന് പറഞ്ഞാൽ വാപ്പാന്റെ സഹോദരി.
അപ്പോ ആ സ്ത്രീയുടെ ഭർത്താവിന് അവളെ ഭാര്യയായിരിക്കെ അവളുടെ അമ്മായി അല്ലെങ്കിൽ പിതാവിന്റെ സഹോദരിയെ, പിതൃ സഹോദരിയെ കല്യാണം കഴിക്കാൻ പറ്റുമോ? പാടില്ല. അതെവിടെയാണുള്ളത്? ഹദീസിലാണുള്ളത്. ഇനി മാതൃ സഹോദരി, ഉമ്മയുടെ സഹോദരി, ഈ സ്ത്രീ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഭാര്യയായിരിക്കുമ്പോ അവളുടെ ഉമ്മയുടെ സഹോദരിയെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ എവിടെയാ? ഹദീസിലാണുള്ളത്. അങ്ങനെ ഒട്ടേറെ സംഗതികൾ പ്രിയമുള്ളവരെ, വിധികള് നമുക്ക് ഹദീസുകളിൽ കാണാൻ വേണ്ടി പറ്റും, ഖുർആനിലില്ലാതെ. അപ്പോൾ നമുക്ക് ഹദീസ് എന്തുകൊണ്ടും അത് ആവശ്യമാണ്. അതില്ലാതെ ദീൻ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമുണ്ട്. അതായത് പരിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ട്. ഈ ആയത്തിന് റസൂലുള്ള ആയത്തുകൾ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുകയാണ്. ആ വ്യാഖ്യാനിക്കുന്ന സംഭവം എവിടെയാ? ഹദീസിൽ വന്നിട്ടുണ്ട്. സ്വഹാബികൾ ചോദിക്കുകയാണ്, അവർക്ക് സംശയം, ഇഷ്കാൽ നമ്മൾ പറയാറ്. അങ്ങനെ ഇഷ്കാലുണ്ടായി. എന്താണ്? ഉദാഹരണം പറയുകയാണെങ്കിൽ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പ്രഗൽഭനായ സ്വഹാബി വര്യനാണ്. ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 82-ാമത്തെ ആയത്ത് ഇറങ്ങി. എന്താണ് ആയത്ത്? അല്ലദീന ആമനൂ, വിശ്വാസം സ്വീകരിച്ച ആളുകൾ, വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ, അവര് അവരുടെ ഈമാനിന്റെ കൂടെ ളുൽമ് കൂട്ടിക്കലർത്താത്തവരാണ്. അങ്ങനെയുള്ള ആളുകളാണ് സന്മാർഗം പ്രാപിച്ചവർ എന്നാണ് ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്വഹാബികൾക്ക് സംശയമായി. പ്രത്യേകിച്ച് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, ശഖ്ഖ ദാലിക അലാ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അനുയായികൾക്ക്, സ്വഹാബത്തിന് ഒരു പ്രയാസമായി എന്നുള്ള. കാരണം ഈമാനുള്ള ആളുകൾ, മുഅ്മിനീങ്ങൾ, അവര് ളുൽമ ചെയ്യാത്തവർന്നാ. പക്ഷേ എല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവരുടെ ഭാഗത്തുനിന്നും വല്ല അക്രമമോ അനീതിയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. പിന്നെ എങ്ങനെയാണ് ഈ ആയത്ത് അത് വലിയ പ്രയാസമായി മാറുകയാണെന്ന്? അപ്പോ സ്വഹാബികൾ നബിയോട് ചോദിക്കാൻ, വഖാലു അയ്യുനാ ലം യദ്ലിം നഫ്സ, നമ്മുടെ കൂട്ടത്തിൽ ആരാണ് സ്വന്തം നഫ്സിനോട് അക്രമം കാണിക്കാത്തവർ എന്ന് പറഞ്ഞപ്പോ, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറയാണ്, ലൈസ കമാ തളുന്നൂൻ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇന്നമാ ഹുവ കമാ ഖാല ലുഖ്മാൻ ലിബ്നി, അത് ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറഞ്ഞതുപോലെയാണ്. അതെന്താ പറഞ്ഞത്? ളുൽമെന്ന് പറഞ്ഞാൽ, ഈമാനിനോട് ളുൽമ് കൂട്ടിക്കലർത്താത്തവർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള അക്രമങ്ങളല്ല, മറിച്ച് യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അളീം, കുഞ്ഞുമകനെ നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്, തീർച്ചയായും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് മഹാ അക്രമമാകുന്നു. അപ്പോ അവിടെ അള്ളാഹു തന്നെ ഈ ആയത്തിന്, ഇവിടെ സൂറത്തുൽ ലുഖ്മാനിലെ, അതായത് അൻആമിലെ 82-ാമത്തെ ആയത്തിന് ലുഖ്മാനിലെ, സൂറത്തുൽ ലുഖ്മാനിലെ 13-ാമത്തെ വചനം കൊണ്ട് വ്യക്തമാക്കിയിരിക്കുകയാണ്, വിശദീകരിച്ചിരിക്കുകയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിക്കാൻ. ളുൽമ് എന്നർത്ഥം ശിർക്കാണ്. അപ്പൊ ഈമാനിനെ ശിർക്ക് കൊണ്ട് കൂട്ടിക്കലർത്താത്തവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ, അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക, എന്നിട്ട് ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ നേരെ ജാറത്തുങ്കൽ പോവുക. നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അള്ളാഹുവിനോർമ്മയുള്ള ശക്തികളെ വിളിക്കുക, അത് മരണപ്പെട്ടു പോയ മഹാത്മാക്കളെയോ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ ജിന്നുകളെയോ കല്ലിനെയോ വലിയനെയോ ഒക്കെ വിളിക്കുക. അപ്പൊ അത് പാടില്ല. കാരണം ഈമാനിനെ ആ ശിർക്ക് കൊണ്ട് കൂട്ടിക്കലർത്താത്തവർ, അതാണ് ആയത്ത് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എവിടെയാണ്? ഹദീസുകളിലാണ് അത് വന്നിട്ടുള്ളത്, ആയത്ത് കൊണ്ട് വ്യാഖ്യാനിച്ച സംഭവങ്ങൾ. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഹദീസുകൾ നമ്മൾ പറഞ്ഞല്ലോ, ഖുർആനും ഹദീസ് ഒരുപാട് വ്യത്യാസമുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ല, അതിൽ യാതൊരു സംശയവുമില്ല. ഖുർആനിൽ എന്തില്ല? ഇപ്പൊ ഹദീസ് എന്ന് പറയുമ്പോൾ സഹീഹ് ലഈഫ് എന്നൊക്കെ പറയുമല്ലോ, മുൻകർ മുൻകത്ത്, ഹദീസ് ഒരുപാട് ഇനങ്ങളുണ്ട്. ഒരുപാട് ഇനങ്ങൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ സഹീഹ്, ലഈഫ്, മുൻകർ, മുൻകത്ത്, മുർസല്, മുദ്തരിബ്, മുഅല്ലല്, അതുപോലെ തന്നെ മുദ്റജ്, ഇങ്ങനെ ഒരുപാട് ഇനങ്ങളുണ്ട്. ഖുർആനോ
ഖുർആൻ അങ്ങനെ ഒന്നും ബാധകല്ല, മറിച്ച് ഖുർആൻ സത്യസമ്പൂർണമാണ്. അത് മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിൽ നിന്ന് ഒരു സംശയത്തിനും ഇടവരാത്ത വണ്ണം അത് ഇറക്കപ്പെട്ടതാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് എപ്പോഴാണ്? പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അത്ഭുത ഹദീസുകളൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കൃത്യമായിട്ട് ഹദീസുകളെ രേഖപ്പെടുത്താനുള്ള ചിന്തയും അതുപോലെ തന്നെ ഇതിൻ്റെ ആലോചനകളും ഒക്കെ തുടങ്ങിയത് എപ്പോഴാ? ഹിജ്റ 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 2-ാം നൂറ്റാണ്ടിൻ്റെ പകുതി കഴിയുമ്പോഴാണ്, അതായത് ഹിജ്റ 150 കഴിയുമ്പോഴാണ് ഹദീസുകൾ ക്രോഡീകരിക്കണം എന്നുള്ള ചിന്ത മുസ്ലിം ലോകത്ത് വന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്കൂ, അതിൽ ഒരു വ്യത്യാസമോ ഒരു വൈരുദ്ധ്യമോ ഒന്നുമില്ല. ഹദീസ് വളരെ വ്യത്യാസമാണ്. ഇപ്പോൾ ഒരു ഹദീസ് സ്വീകരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അതെന്താ? ഒന്ന്, അതിന് സനദ് വേണം. സനദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഒരു സ്വഹാബി കേട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ ആയിരിക്കാം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആയിരിക്കാം, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരിക്കാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആയിരിക്കാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആയിരിക്കാം. നബി പറയുന്നതായിട്ട് കേട്ടു. അദ്ദേഹത്തിൽ നിന്ന് ഒരു താബിഈ കേട്ടു. ആ താബിഈൽ നിന്ന് തബഉ താബിഈ കേട്ടു. അങ്ങനെ കേട്ട് കേട്ട് ഇമാം ബുഖാരി കേട്ടു. ഹിജ്റ 200 കഴിഞ്ഞിട്ട് ജന്മം കൊണ്ട ബുഖാരി ഇമാം റഹിമഹുല്ലാ അദ്ദേഹം കേട്ടു. മനസ്സിലായല്ലോ? ആ രൂപത്തിലാണ് ഹദീസ്. ആയത്തിന് അങ്ങനെ ഉണ്ടോ? മുസല്ലീൻ അല്ലെങ്കിൽ മനസ്സിലാക്കണം. ഇത് സനദത്തിനാണ്, ഹദീസുകൾക്കാണ്. അത് പ്രത്യേകം മനസ്സിലാക്കുക. ആ സനദ് വേണം. സനദ് എങ്ങനെയായിരിക്കണം? അതിലുള്ള ഓരോ ആളുകളും സത്യസമ്പൂർണം ജീവിതത്തിൽ സമ്പൂർണമായിട്ട് സത്യസന്ധത പാലിക്കുന്ന ആളുകളായിരിക്കണം, വിശ്വസ്തന്മാരായിരിക്കണം, മുഅ്മിനീങ്ങളായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള നിബന്ധനകളുണ്ട്. അതുപോലെ ഹദീസിന് എന്തുണ്ട്? മത്നുണ്ട്. എന്താ ഈ മത്ന് എന്ന് പറഞ്ഞാൽ? ഉള്ളടക്കം എന്ന് പറയും, കണ്ടന്റ് എന്ന് പറയും. സനദ് പിന്നെ മത്ന് എന്ന് മാത്രമല്ല, ഈ മത്നിന് കുറെ നിബന്ധനകളുണ്ട്. ഹദീസിന്റെ ഉള്ളടക്കത്തിനുള്ള പിന്നെ നിബന്ധനകൾ എന്ന് പറയുന്നത് അത് പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾക്ക് യോജിക്കുന്നതായിരിക്കണം. ഖുർആൻ ഒരു കാര്യം പറഞ്ഞു, അതിന് നേർ വിപരീതം ഹദീസിൽ വന്നാൽ ആ ഹദീസ് സ്വീകരിക്കാനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെ സംശയലേശ്യമന്യേ, ഒരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഈ ഹദീസുകളിൽ ഉണ്ടാകേണ്ടത്. അതുപോലെ ഇജ്മാഇനെതിരാകാൻ വേണ്ടി പാടില്ല. സ്വഹാബികളെല്ലാം ഏകോപിച്ച ഒരു വിഷയം, ആ വിഷയത്തിന് എതിരായിട്ട് ഹദീസിൽ വന്നാൽ അത് സ്വീകരിക്കാൻ പാടുള്ളതല്ല. അതുപോലെ അറിയപ്പെട്ട ചരിത്ര സംഭവങ്ങൾക്ക് എതിരാകാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള ബുദ്ധി, ഏതെങ്കിലും ഒരാളുടെ ബുദ്ധിയല്ല, പൊതുവെ അറിയപ്പെടുന്ന പിന്നെ ബുദ്ധി, അതിന് എതിരായിട്ട് വരുന്ന ഹദീസുകൾ സ്വീകരിക്കാൻ വേണ്ടി പാടില്ല. അതിനൊക്കെ പണ്ഡിതന്മാർ ഓരോ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ പിന്നെ നൂഹ് നബി അലൈഹി സ്വലാമയുടെ കപ്പല് പിന്നെ കഅബൻ ചുറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഭാഷാ ശുദ്ധി. നബിയുടെ വചനങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് അറബി ഭാഷയുടെ ഒരു പവിത്രതയും ഒരു ശുദ്ധിയുമുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരുടെ ഒരുപാട് കാലഘട്ടങ്ങളിലുള്ള അനുഭവങ്ങൾക്ക് എതിരാകാതിരിക്കണം. അങ്ങനെ ഒട്ടനവധി സംഭവങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒരുപാട് വചനങ്ങൾ, ഒരുപാട് ഹദീസുകള് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അതായത് കൊട്ടക്കണക്കിന് ഹദീസുകള് ജൂതന്മാർ, ഇസ്ലാമിന്റെ ശത്രുക്കൾ എഴുതിവിട്ടിട്ടുണ്ട്. ഇപ്പോ അതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ വഴുതനം കണ്ടല്ലോ, അൽ ബാദിൻജാനു ശിഫാഉം മിൻ കുല്ലി ദാ, എല്ലാ രോഗങ്ങൾക്കും വഴുതനങ്ങ ശിഫയാണ്, ഔഷധമാണ് എന്നുള്ള വചനങ്ങൾ കാണാം. അതുപോലെ പിന്നെ നബിയുടെ വചനം ഹദീസ് എന്ന് പറഞ്ഞാൽ ആ വചനം കേട്ട അതിൻ്റെ അർത്ഥം ഒരു പരിഹാസം, ആളുകൾ പരിഹസിക്കുന്നതായ ഒരു അർത്ഥമില്ലാത്തതായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ലൗകാനൽ അർസു
ഈ അർസ് പറഞ്ഞ നെല്ല് അല്ലെങ്കിൽ അരി അതുണ്ടല്ലോ. ലൗകാനൽ അർസു റിജാലൻ ലകാന ഹലീമ. നെല്ല് അല്ലെങ്കിൽ അരി അത് ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ അത് വിവേകമുള്ളവനായി തീരുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കേട്ട മാത്രയിൽ തന്നെ അറിയാം അതെന്തല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതല്ല എന്ന്. ഇങ്ങ് ഒട്ടനവധി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ആയിരക്കണക്കിനായിട്ടുള്ള കള്ള ഹദീസുകളുണ്ട്. ആളുകൾ എഴുതി വെച്ച, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നിങ്ങൾ നോക്കൂ, ഒരാൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല, അയാൾക്ക് കല്ലത്തുൽ വലതെന്ന, അതായത് കുറച്ച് കുട്ടികളേ ഉള്ളൂ. അറബികൾക്ക് ധാരാളം കുട്ടികളുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വശകാ ഇലൈഹി ഖല്ലത്തുൽ വലദി. നബിയുടെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്നു, എന്നിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് കുട്ടികളേ ഉള്ളൂ, അതുകൊണ്ട് കൂടുതൽ കുട്ടികൾ ഉണ്ടാകാൻ എന്ത് ചെയ്യണം? എന്താ പറഞ്ഞത്? ഫഅമറഹു ബിഅക്ലിൽ ബസ്വൽ. ഈ സവാള ഉണ്ടല്ലോ, അത് കഴിക്കണം എന്ന്, അത് കഴിക്കാൻ വേണ്ടി കൽപ്പിച്ചു എന്നാ. അപ്പൊ ഇതൊക്കെ ആര് പറഞ്ഞതാ? നബി പറഞ്ഞതാണോ? അല്ല. പണ്ഡിതന്മാരെന്താ രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഹദീസുൻ മൗദൂഉൻ. ഇതൊക്കെ കളവ് കെട്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ നിർമ്മിച്ച വചനങ്ങളാകുന്നു എന്നാണ്. ഇതുപോലെ ഒട്ടനവധി വചനങ്ങളുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ അവിശ്വാസികളുണ്ടല്ലോ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്ത, അവിശ്വസിച്ചിട്ടുള്ള, കുഫറോടുകൂടെ ജീവിച്ചിട്ടുള്ള ആളുകൾ, ആ ആളുകൾക്ക് അവർക്ക് പരലോകത്ത് ദുനിയാവിൽ ചെയ്ത നന്മക്ക് പരലോകത്ത് ഉപകാരം കിട്ടുകയില്ല. അത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാൻ 25-ാം അധ്യായം അതിലെ ആയത്തുകൾ നമുക്ക് കാണാം. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അല്ലാഹു തആല അവിശ്വാസികളുടെ അമലുകളിലേക്ക് തിരിയും, എന്നിട്ട് ആ അമലുകളൊക്കെ എന്താക്കും? ആ ചിതറപ്പെട്ട ധൂളികളാക്കുന്ന, വെണ്ണീറാക്കുന്ന. അതായത് പരലോകത്തൊരു അവിശ്വാസിയുടെ ഇവിടെ എത്ര നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും പരലോകത്തൊരു ഉപകാരം കിട്ടൂല, നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഹദീസിൽ എന്തുണ്ട്? അബൂലഹബ് ഉണ്ടല്ലോ, തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് പറഞ്ഞാൽ ആ അബൂലഹബ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് നരകത്തില് പാനീയം ലഭിക്കുന്നു എന്ന വചനങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ഹദീസൊക്കെ എന്താണ്? പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമാണ്. അത് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഹിജ്റ 852-ൽ വഫാത്തായ മഹാനാണ്. അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന കിതാബില് വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രകടമായിക്കൊണ്ട്, വ്യക്തമായിക്കൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് വിരുദ്ധമാകുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര വചനങ്ങളാണ് അങ്ങനെ? ഇപ്പോ ഈ വ്യഭിചാരത്തിലൂടെ ഉണ്ടായിട്ടുള്ള സന്താനങ്ങളുണ്ടല്ലോ, അവരുടെ 7 തലമുറ അവർ സ്വർഗത്തിൽ പോകൂല എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസുകളുണ്ട്. ഇമാം തബ്റാനിയുടെ മുഅ്ജമുൽ ഔസത്തിലെ അതിൽ കാണാം. എന്താ കാണുന്നത്? അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലു വലദു സിനാ അൽ ജന്ന. ഈ വ്യഭിചാരപുത്രൻ അല്ലെങ്കിൽ വ്യഭിചാരത്തിലൂടെ ഉണ്ടായിട്ടുള്ള സന്തതി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ ശൈഉം മിൻ നസ്ലിഹി ഇലാ സബ്അതി ആബാ. 7 തലമുറ വരെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂലെന്നാ. ഇത് ഖുർആന്റെ ആശയത്തിന് യോജിക്കുന്നതാണോ? അല്ല. ഖുർആനിൽ എന്താ ഉള്ളത്? അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ. ഒരാളുടെ പാപഭാരവും മറ്റൊരാൾ വഹിക്കുകയില്ല. ബാപ്പ തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ പാപഭാരം മകന് വഹിക്കേണ്ടി വരില്ല. മകന് തെറ്റ് ചെയ്താലോ അതിന്റെ പാപഭാരം ബാപ്പയും വഹിക്കേണ്ടി വരികയില്ല. എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരുടെ ഈമാനും അമലൊക്കെ സ്വതന്ത്രമായിട്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ നൂഹ് നബിയുടെ മകൻ, അദ്ദേഹം എവിടെയാ? ഇന്നഹു ലൈസ മിൻ അഹ്ലിക എന്നൊക്കെ ഖുർആനിൽ പറഞ്ഞല്ലോ. അദ്ദേഹം എന്റെ കുടുംബത്തിൽപ്പെട്ടതല്ല എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പോ അതിന്റെ ബാപ്പ നബിയാണ്, മകൻ എവിടെയാ? നരകാവകാശിയാണ്. ഇതൊക്കെ ഖുർആനിൽ കിട്ടുന്ന ആശയമാണ്, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമില് 164-ാമത്തെ ആയത്തില് വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്, വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ.
ഒരാൾ ചെയ്തതിൻ്റെ ആ പാപഭാരം അത് മറ്റൊരാൾ വഹിക്കുകയില്ല എന്നുള്ളതാണ്. ഓരോ ആളുകൾ സമ്പാദിച്ചതെന്തോ അതിനുള്ള കൂലി അവർക്കായിരിക്കുമെന്നാണ്. അപ്പോ വ്യഭിചരിച്ചവർക്കാണ് കുറ്റം, ഈ സന്താനം അയാൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ കുറേ വചനങ്ങൾ പ്രിയമുള്ളവരെ ആ ഹദീസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസുകളൊക്കെ സ്വീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല. അപ്പോ നമ്മൾ ഈ ജീവിക്കുന്ന ദുനിയാവുണ്ടല്ലോ, ഈ ദുനിയാവിന്റെ ആയുസ് 70,000 കൊല്ലമാണ് എന്ന് കാണാം. ഖുർആനെതിരല്ലേ? ഖുർആനിൽ പറയുന്നുണ്ട്, യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ. നബിയെ, അവർ താങ്കളോട് ചോദിക്കുന്നു എപ്പോഴാണ് അന്ത്യസമയം. നബിക്ക് പോലും അറിയില്ല. പക്ഷേ ഹദീസിൽ എന്തുണ്ട്? 70,000 കൊല്ലമാണ്, അത് കഴിഞ്ഞ് അവസാനിക്കുന്ന ഫദ്ദുന്യാ സബഅതു ആലാഫി സന എന്ന് പറഞ്ഞ വചനങ്ങൾ കാണാം. എന്നിട്ട് അനഫി ആഖിരിഹാ അൽഫ, ഞാൻ അതിന്റെ അവസാനത്തെ 1000-ലാണ് എന്നാണ് നബി പറഞ്ഞതെന്നാ. നബി മരണപ്പെട്ടിട്ട് 1500 വർഷമായി. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. ഒരു ഹദീസിൽ എന്താ അറിയില്ലേ, ആർക്കെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേരിട്ടു, എന്നാൽ ആ കുട്ടി ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കൂല. നരകത്തിൽ പ്രവേശിക്കാൻ മുഹമ്മദ് എന്ന് പേരുണ്ടായാൽ മതി. കേട്ടോ, മുഹമ്മദ് എന്നുള്ള പേര് അത് ആ കുട്ടിക്ക് നൽകിയാൽ, പേര് വിളിച്ചാൽ നരകത്തിൽ പ്രവേശിക്കൂലെന്നാ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെന്താണ്? ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുർആൻ, രണ്ടാമത്തെ പ്രമാണം ഹദീസ് എന്നുള്ളതല്ല, സ്വഹീഹായ ഹദീസ്, സ്വീകാര്യോഗ്യമായ ഹദീസ്. ഈ സ്വീകാര്യോഗ്യമായ ഹദീസ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാനുള്ള കുറെ മാനദണ്ഡങ്ങളുണ്ട്. അത് നമ്മൾ വെച്ചതല്ല, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും പണ്ഡിതന്മാരോ സംഘടനകളോ ഉണ്ടാക്കുന്ന മാനദണ്ഡങ്ങളല്ല. മറിച്ച് ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്ലിം സമൂഹം, മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ അവഗാഹം നേടിയിട്ടുള്ള അഗ്രഗണ്യന്മാരായിട്ടുള്ള ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ അവർ വെച്ചിട്ടുള്ള നിബന്ധനകൾക്ക് അനുസൃതമായിട്ടുള്ള ആ നിബന്ധനകൾ, അതിനനുസൃതമായിട്ടുള്ള ഹദീസുകളാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഹദീസ് സഹിയായ ഹദീസ് എന്ന് പലരും പറയും. പക്ഷേ അത് സഹീഹാണോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും പോരായ്മകൾ മുൻകാല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ചില ആളുകൾക്ക് സംശയം എന്താണെന്ന് അറിയുന്നത്, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാനെ നേർക്ക് നേരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് പോലും ഒരു സമസ്ത പ്രഭാഷകൻ അത് പ്രസംഗിക്കേണ്ടായി. എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി മാത്രമല്ല, അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നാണ്. അത് മാത്രമല്ല, അദ്ദേഹം എന്താ പ്രസംഗിച്ചറിയങ്ങള്, ഒരു ഓപ്പറേഷനായിട്ട്, വലിയൊരു ഓപ്പറേഷൻ, നിസ്സാരല്ല, ഡോക്ടർ നിർദ്ദേശിച്ചതാണ്. അങ്ങനെ ആ ഓപ്പറേഷന് ഡേറ്റ് നിശ്ചയിച്ചു, സമയം നിശ്ചയിച്ചു, അതിനായിട്ട് ഡ്രസ്സൊക്കെ, പിന്നെ ഓപ്പറേഷൻ ചെയ്യുമ്പോഴുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് അങ്ങനെ പ്രത്യേകമായിട്ട് പിന്നെ വിമുക്തമാക്കിയിട്ടുള്ള റൂമിലേക്കൊക്കെ മാറ്റി ആ നിമിഷങ്ങൾ മാത്രമാണ് ഓപ്പറേഷൻ ചെയ്യാനുള്ളത്. അപ്പൊ നബി ഇങ്ങനെ വന്നിട്ട് ഇദ്ദേഹത്തോട് ഒന്നും കൂടെ തടവി പിന്നെ അത് പോയി എന്നാ. അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് വലിയ ഡോക്ടർമാർ നിർദ്ദേശിക്കപ്പെട്ട ഓപ്പറേഷൻ വേണ്ട എന്നുള്ള അവസ്ഥയായി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ പലരും ഈ കാലഘട്ടത്തിൽ പോലും പ്രസംഗിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാലഘട്ടത്തിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ ചില ആളുകൾ പറഞ്ഞു, അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അള്ളാനെ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ അതിന് തെളിവായിട്ട് അവര് പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകള് വ്യക്തമായ ആ ചക്രവാളത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് തീർച്ച. അതുപോലെ സൂറത്തുൽ നജ്മിലെ 13-ാമത്തെ വചനം ഇതൊക്കെ പറഞ്ഞു. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ആയിഷ റളിയല്ലാഹു അൻഹ വലിയ ഖുർആൻ പണ്ഡിതയാണ്. ആളുകൾ സംശയങ്ങൾ ചോദിക്കും. മുതിർന്ന സഹാബിമാര് പോലും
ബദറിൽ പങ്കെടുത്ത സ്വഹാബിമാർ, ഈ സ്വഹാബികളുടെ കൂട്ടത്തിലെ സ്വഹാബികൾ എല്ലാവരും മഹാന്മാരാണ്. റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെടുന്ന. പക്ഷെ എങ്കിൽ പോലും അവരുടെ കൂട്ടത്തിൽ പല വിഭാഗം എന്ന് പറയുന്ന മുഹാജിറുകളുണ്ട്, അൻസ്വാറുകളുണ്ട്. അതിൽ തന്നെ ഖുലഫാഉർ റാഷിദീങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്വർഗം ഉണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാന്മാരുണ്ട്, പ്രവാചകന്റെ പത്നിമാരുണ്ട്, ബദറിൽ പങ്കെടുത്തവരുണ്ട്. ഇവർക്കൊക്കെ എന്താ കൂടുതൽ സവിശേഷതകളുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ വലിയ ഖുർആൻ പണ്ഡിതയാണ്. ആ പണ്ഡിതയായിട്ടുള്ള പ്രവാചക പത്നി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് മുതിർന്ന സ്വഹാബിമാര്, ബദറിൽ പങ്കെടുത്ത ആളുകൾ പോലും സംശയങ്ങൾ വന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അവര് പറയാൻ മുഹമ്മദ് നബി അള്ളാനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫഖാലത്ത് അന അക്ബരു ഹാദിഹിൽ ഉമ്മ സഅല അൻ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തുകളുണ്ടല്ലോ, അതായത് സൂറത്തു നജ്മിലെ 13, സൂറത്തു തക്വീറിലെ 23 വചനങ്ങളെ അദ്ദേഹത്തെ പിന്നെ തീർച്ചയായും കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. ആരോട് ചോദിച്ചു? നബി തിരുമേനിയോട് ചോദിച്ചു. അപ്പൊ നബി പറയാണെന്ത്? ഇന്നമാ ഹുവ ജിബ്രീൽ. കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാനെ അല്ല, ജിബ്രീലിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുൽ മുഖറബ്, ആ മലക്കുകളുടെ നേതാവാണ്. ആ ജിബ്രീലിന്റെ യഥാർത്ഥ രൂപത്തിൽ 2 തവണയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുള്ളത്. യഥാർത്ഥ രൂപത്തിൽ 2 തവണയാണ് കണ്ടിട്ടുള്ളത്. ആ സംഭവമാണ് അത്. അപ്പൊ ആ ആയത്തിൽ പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. എന്നിട്ട് പറയാണ് സഹോദരങ്ങളെ, ഒരിക്കലും ഈ ദുനിയാവിൽ നിന്ന് നബിയാകട്ടെ, ഒരു ശുഹദാക്കളാകട്ടെ, വലിയാകട്ടെ, ആരും തന്നെ ഈ ദുനിയാവിൽ വെച്ചിട്ട് അള്ളാനെ കാണുകയില്ല എന്നാര് പറയാ? ആയിഷ റളിയല്ലാഹു അൻഹ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ. എന്തായത്താണ് അവർ പറഞ്ഞത്? സൂറത്തു അൻആം 103 വചനം നമ്മൾ മനസ്സിലാക്കണം. സ്വഹാബികൾ പറയാണ് അള്ളാന്റെ റസൂൽ മുഹമ്മദ് പിന്നെ അള്ളാനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അവരായത്തോതി പറയാ ലാ തുദ്രികുൽ അബ്സ്വാറു വഹുവ യുദ്രികുൽ അബ്സ്വാറ വഹുവൽ ലതീഫുൽ ഖബീർ. എന്താർത്ഥം? കണ്ണുകൾ അള്ളാഹുവിനെ കാണുകയില്ല. ഈ കണ്ണുകളുണ്ടല്ലോ, നമ്മളെ കണ്ണുകൾ, ഇതുകൊണ്ട് അള്ളാഹിനെ കാണാൻ കഴിയില്ല. റബ്ബുൽ ഇസ്സത്താകട്ടെ എല്ലാ കണ്ണുകളെയും കാണുന്നു. അള്ളാഹ്ക്ക് നമ്മൾ അങ്ങോട്ട് കാണാം, നമുക്ക് അങ്ങോട്ട് ഈ ദുനിയാവിൽ വെച്ച് കാണുകയില്ല. നമ്മൾ മനസ്സിലാക്കണം. നാ പരലോകത്ത് വെച്ച് കാണുമോ? കാണും. എല്ലാവരും കാണുമോ? ഇല്ല, വിശ്വാസികൾ മാത്രം. അതെവിടെയാണ്? അത് സൂറത്തുൽ ഖിയാമയിൽ കാണാം. ഇലാ റബ്ബിഹാ നാളിറ, തന്റെ രക്ഷിതാവിലേക്ക് പ്രസന്നവതരായിക്കൊണ്ട് നോക്കുന്നവരായിരിക്കും എന്നാണ്. അപ്പോൾ ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ സ്വഹാബികൾ പറഞ്ഞ അവരുടെ അബദ്ധം അത് ആയത്തോതിക്കൊണ്ട് തിരുത്തുകയാണ്. ഇത് മാത്രമല്ല അവർ തിരുത്തുന്നത്, ചില ആളുകളെ പിന്നെ ഈ അള്ളാന്റെ അടുത്ത് പോയിട്ട് അള്ളാനെ നേർക്കുനേരെ കണ്ടിട്ടാണ് പിന്നെ വഹയി സ്വീകരിക്കുന്നത് എന്ന് ചില ആളുകൾ പറഞ്ഞു. അപ്പോ അതിന് മറുപടി ആയിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ആയത്ത് ഓതിയെന്ന എന്തായത്? വമാ കാന ലി ബശരിൻ അൻ യുകല്ലിമഹുല്ലാഹു ഇല്ലാ വഹയാ. ആ ആയത്താണ് ഓതിയത്. അള്ളാഹു ഒരാളോടും സംസാരിക്കുകയില്ല ഇല്ലാ വഹയാ, വഹയിലൂടെയല്ലാതെ എന്നാണ്. ഔ മിൻ വറാഇ ഹിജാബ് ഔ യുർസില റസൂലൻ ഫയൂഹി ബിഇദ്നി. അതായത് ഒരു വഹയ് അല്ലെങ്കിൽ ഒരു മറക്ക് പിന്നിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ദൂതനെ അള്ളാഹുവിന്റെ അനുവാദപ്രകാരം അയക്കുക, അങ്ങനെയാണ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കൂ, ചില ആളുകള് അവര് പറയാണ് റസൂലുള്ളാഹി ചിലത് മറച്ചു വെച്ചോ, ചിലതൊന്നും ദീനിന്റെ ചില കാര്യങ്ങള് ജനങ്ങൾക്ക് പഠിപ്പിക്കാതെ മറച്ചു വെച്ചോ എന്നൊരു സംശയം. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ വമൻ സഅമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കതമ ശൈഅൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് വല്ലതും മറച്ചു വെച്ചു അല്ലാഹുവിന്റെ റസൂൽ എന്ന് ആരെങ്കിലും വാദിക്കുന്നുവെങ്കിൽ
അവൻ അള്ളാഹുവിന്റെ മേൽ വമ്പിച്ച കളവാണ് അവൻ പറയുന്നത് എന്നാണ്. എന്നിട്ട് അതിന് ആയത്തോതുന്നവര് യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക് എന്നുള്ള ആ സൂറത്തുൽ മാഇദയിലെ 67-ാമത്തെ ആയത്തോതാണ്. അപ്പൊ ആയത്തുകൾ ഓതിക്കൊണ്ടാണ്. വേറെ ചില ആളുകൾ എന്താ പറഞ്ഞറിയില്ലേ, റസൂലാണ്, ആ റസൂലിന് നാളത്തെ കാര്യം അറിയാം, ഭാവി കാര്യങ്ങൾ അറിയാം, മറഞ്ഞ കാര്യങ്ങൾ അറിയാം, ഗൈബ് അറിയാം എന്നാ ചില ആളുകൾ പറഞ്ഞത്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ആയത്തോതി. എന്താ ആയത്ത്? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നംലിലെ 65-ാമത്തെ ആയത്ത്, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശങ്ങളിൽ ആകട്ടെ ഭൂമിയിലാകട്ടെ അദൃശ്യമറിയുന്നവനായിട്ട് ആരുമില്ല, ഇല്ലല്ലാ, അല്ലാഹു ഒഴികെ. ആ ആയത്തോതാണ്. അഥവാ മുഹമ്മദ് നബിക്ക് പോലും മറഞ്ഞ കാര്യം, അദൃശ്യം അറിയുകയില്ല എന്ന് ആയത്തോതി അവർ ജനങ്ങളെ പഠിപ്പിക്കുക. ഇതിന്നൊക്കെ എന്താ മനസ്സിലാക്കുന്നത്? ഈ സംഭവങ്ങളുണ്ടല്ലോ ഞാൻ വായിക്കുന്നത് സഹീഹ് മുസ്ലിമിലെ 177-ാമത്തെ ഹദീസാണ് ഞാൻ ഈ വായിക്കുന്നത്. അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. അപ്പൊ ഈ സംഭവങ്ങൾ എന്താ പഠിപ്പിക്കുന്നത്? നമ്മുടെ മുൻഗാമികളായിട്ടുള്ള നമ്മുടെ ഉമ്മ, പ്രവാചകന്റെ പത്നി, അവരൊക്കെ ഹദീസുകളോടുള്ള സമീപനം എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് പരിശുദ്ധ ഖുർആൻ, പിന്നെയാണ് നബിവചനങ്ങൾ. ആ നബിവചനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഖുർആനിനെതിരാണ് എങ്കിൽ ഖുർആൻ എടുക്കണം, അത് ഒഴിവാക്കണം എന്നുള്ള സന്ദേശമാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. നിങ്ങൾ നോക്കൂ, വളരെ വ്യക്തമായി കൊണ്ടുള്ള ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലെ ചില ആളുകൾ വന്ന് പറഞ്ഞു, മഹാനായ ഇബ്നു ഉമർ എന്ന് പറഞ്ഞ ഒരു സഹാബിയാണ്. ആരാണ് അദ്ദേഹം അറിയോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മകനാണ് ആര്? അബ്ദുള്ള. ഇബ്നു ഉമർ എന്ന് പറഞ്ഞാല് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനായിട്ടുള്ള അബ്ദുള്ളയാണ്. അദ്ദേഹം സഹാബിയാണ്. അദ്ദേഹമാണ് പറയുന്നത്, ഇന്നൽ മയ്യിത, തീർച്ചയായും മയ്യിത്ത്, യുഅദ്ദബു ബിബുകാഇ യുഅദ്ദബു ഫീ ഖബ്രിഹി ബിബുകാഇ അഹ്ലി. അതായത് മയ്യത്തിന്റെ വീട്ടുകാരുടെ കരച്ചിൽ നിമിത്തം ഒരാൾ മരണപ്പെട്ടു, ആ മയ്യത്തിന്റെ വീട്ടുകാർ കരഞ്ഞാൽ ആ കരയുന്നത് നിമിത്തം മയ്യത്തിന് ഖബറിൽ ശിക്ഷ നൽകപ്പെടും എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. നിങ്ങൾ ആലോചിക്കണം ഗൗരവം. അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വഹാബി ഇങ്ങനെ ഒരു സംഭവം പറയും. എന്താ സംഭവം? ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്തിന്റെ വീട്ടുകാർ കരഞ്ഞാൽ ആ കരയുന്ന നിമിത്തം ഈ മയ്യത്ത് ഖബറിൽ ശിക്ഷിക്കപ്പെടും. നമ്മൾ നേരത്തെ ആയത്ത് ഓതിയ ആയത്തുണ്ടല്ലോ, ആ ആയത്തിനെതിരാണല്ലോ അത്. കാരണം മയ്യത്തിന്റെ അമലല്ലല്ലോ ഈ കരയല്. അപ്പോൾ ഏതൊരാൾക്കും അയാളുടെ അമലിനനുസരിച്ചാണ് കൂലി എന്നുള്ള വിശുദ്ധ ഖുർആന്റെ ആയത്തിന് അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ എന്നുള്ള ആയത്തിനെതിരാണ്. അപ്പോ ഈ സംഭവം കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? അവർ പറയാണ്, ഫഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്നമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹു ലയുഅദ്ദിബു ബിഖതിയതിഹി വദംബി. ഈ മയ്യത്തിന്റെ തെറ്റുകുറ്റങ്ങൾ കൊണ്ടാണ് ആ മയ്യത്ത് ഖബറിൽ ശിക്ഷിക്കപ്പെടുക എന്ന് മാത്രമാണ് റസൂൽ പറഞ്ഞത്. അതല്ലാതെ മയ്യത്തിന്റെ വീട്ടുകാർ കരഞ്ഞതുകൊണ്ട് ആ മയ്യത്ത് ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഇബ്നു ഉമർ പറഞ്ഞ വചനം തള്ളിക്കൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ഖുർആനിന്റെ ആശയത്തിന് അനുസൃതമായിട്ടുള്ള വചനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത്. ഇതെവിടെയാ? സ്വഹീഹുൽ ബുഖാരിയിൽ 3978-ാമത്തെ വചനമാണ്. ബുഖാരിയിൽ അത് 2 തവണ ആവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ സഹീഹ് മുസ്ലിമിൽ 932-ാം നമ്പറായിട്ടും അത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, വേറെ സംഭവം. ചില ആളുകൾ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടവരോട് സംസാരിച്ചു. ഇതാണ് ആളുകൾ പറയുന്നത്. അപ്പോ പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ആയത്തോതി. എന്തായത്? ഉടനെ അവർ ആയത്തോതുക. ആയിഷ ഒരു ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ടേ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇൽമ്
തുലാസിന്റെ ഒരു തട്ടിലും മറ്റുള്ള സ്ത്രീകളുടെ ഇൽമ് മറ്റൊരു തട്ടിലും വെക്കുകയാണെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ വിജ്ഞാനമാണ് ഏറ്റവും ഘനം തൂങ്ങുക എന്നുള്ളതാണ്. അത്രമാത്രം ഇൽമാണ്. ആയത്തുകൾ ഇങ്ങനെ ഓതി മറുപടി പറയാനുള്ള ഒരു കഴിവ് അത് വളരെ അത്ഭുതാവഹമാണ്. എന്താണ് അവർ ഓതിയ തരങ്ങള്? ഇന്നക ലാ തുസ്മിഉൽ മൗതാ, സൂറത്തുൽ നംലിലെ 80-ാമത്തെ വചനം. നീ മരണപ്പെട്ടവരെ കേൾപ്പിക്കുന്നവനല്ല. അതുപോലെ സൂറത്ത് ഫാത്തിറിലെ 22-ാമത്തെ ആയത്തുണ്ടല്ലോ, വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളവരെ നീ കേൾപ്പിക്കുന്നവനല്ല. ഈ ആയത്തുകൾ ഓതിയിട്ടാണ് മരണപ്പെട്ടവരെ കേൾപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. എന്നാ പിന്നെ നബി ഈ ബദറിലെ കൊല്ലപ്പെട്ട യുദ്ധത്തിൽ, ബദർ രണാങ്കണത്തിൽ കൊല്ലപ്പെട്ട ആ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകളെ ഇട്ടിട്ടുള്ള ബദറിലെ ആ ഖരീബ് എന്ന് പറയുന്ന കിണറുണ്ടല്ലോ, ആ കിണറിന്റെ അടുക്കൽ പോയിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതായത് നിങ്ങളുടെ റബ്ബ് വാഗ്ദാനം ചെയ്തത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞില്ലേ എന്നുള്ള രൂപത്തിൽ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്. അതെന്താണ്, അവർ കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതൊരു പ്രത്യേക സംഭവമാണ്. പ്രവാചകനാണ് ചോദിക്കുന്നത്. ആ സമയത്ത് ഇന്നഹും ലയസ്മഊന മാ അഖൂൽ, അതായത് ആ സന്ദർഭത്തിൽ അള്ളാന്റെ റസൂല് പറഞ്ഞത് കേൾക്കുന്നു എന്നാ. അതല്ല നബി പറഞ്ഞത് എപ്പോഴും മരണപ്പെട്ടവർ കേൾക്കുന്നോ, അതൊന്നും അതിനർത്ഥമല്ല. ആ സന്ദർഭത്തിൽ പറഞ്ഞ ആ വാക്ക് മാത്രം എന്നാണ്. ഈ ആയത്തുകൾ ഓതിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ജനങ്ങൾക്ക് വ്യക്തമായി കൊടുക്കുകയാണ്. ജനങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നിങ്ങൾ ഇപ്പോഴും ആളുകൾ പല ഗ്രന്ഥങ്ങളിലൊക്കെ പാള കിതാബുകളിലൊക്കെ എഴുതിയത് റൂഹ് കേൾക്കും, പിന്നെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാണ്, ആ പ്രാർത്ഥിക്കുന്നത് ഖബറാളിക്ക് മനസ്സിലാകും, അവർക്കറിയും. അതുപോലെ വീട്ടിൽ കല്യാണം നടന്നാൽ അവർക്കറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ ഇങ്ങനെ പ്രസംഗിക്കുന്നു, എഴുതുന്നു. അതൊക്കെ ശുദ്ധമായ അസംബന്ധമാണ്. മനസ്സിലായല്ലോ? ഖബറുകളിലുള്ളവരെ കേൾപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇനിയോ ഹദീസുകളോടുള്ള സലഫുകളുടെ സമീപനം എന്ന് പറയുന്നത് മറ്റൊരു സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നമുക്കറിയാലോ, ഏറ്റവും ഈമാനുള്ള വ്യക്തിയായിരുന്നു. ഒരു സംഭവം കാണാം. അദ്ദേഹം ഒരു വഴിയിലാണ് പ്രവേശിച്ചാൽ പിശാച് അവിടുന്ന് പോകുന്നുള്ളതാണ്, വേറെ വഴിയിൽ പ്രവേശിക്കുന്ന. അത്രമാത്രം ഈമാനിന്റെ നിറകുടമായിരുന്നു മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടില് മഹാനായിട്ടുള്ള അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു കടന്നു ചെന്നു. എന്നിട്ട് 3 തവണ സലാം പറഞ്ഞു. സലാം അടക്കിയില്ല, അദ്ദേഹം തിരിച്ചു പോന്നു. അപ്പോ മഹാനായിട്ടുള്ള ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, അതായത് പിന്നാലെ ആളെ വിട്ടിട്ട് അദ്ദേഹത്തെ തിരിച്ചു വിളിപ്പിച്ച് ചോദിച്ചു, മാലക്കലം തദ്ഖുൽ, എന്തു പറ്റി നീ എന്താ വീട്ടിലേക്ക് കടന്നു വരാതിരുന്നത്? അപ്പോ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, ദീർഘമായ ഹദീസാ, ചുരുക്കം പറയാം. അദ്ദേഹം പറഞ്ഞു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഒരു വീട്ടിൽ ചെന്ന് അനുവാദം ചോദിക്കൽ 3 തവണയാണ്. എന്നിട്ട് മറുപടി കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യണം? ഫർജ, നീ മടങ്ങണം. അപ്പൊ അതുകൊണ്ട് ഞാൻ മടങ്ങിയതാണ് എന്ന്. ഉടനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ നിനക്ക് ഞാൻ തക്കതായി ശിക്ഷ തരുന്ന, അതായത് ആ സംഭവം സഹീഹ് മുസ്ലിമില് കിതാബുൽ ആദാബില് മര്യാദകളൊക്കെ പഠിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട്. അതിലെ ബാബുൽ ഇസ്തിഗ്ദാൻ, അനുവാദം ചോദിക്കുന്ന അധ്യായം എന്ന് പറഞ്ഞിട്ടുള്ള അധ്യായം 4124 നമ്പർ. അതിൽ കാണാം എന്താ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞറിയങ്ങള്, ഞാൻ നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ ശിക്ഷിക്കുന്ന, വേദനിപ്പിക്കുന്ന നബിയുടെ മേലില്ലാത്തത് പറഞ്ഞാൽ. അപ്പോ ഇത് എന്താ ചെയ്ത് ഒരു മജ്ലിസ്, അതായത് മറ്റുള്ള സ്വഹാബിമാരൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തേക്ക് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയി.
കൊണ്ടുപോയിട്ട് പറയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വീട്ടിലേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെന്നിട്ട് അനുവാദം ചോദിക്കൽ ഇസ്തിഇദാൻ, അത് 3 തവണയാണെന്നും അനുവാദം നൽകിയാൽ അങ്ങോട്ട് പ്രവേശിക്കാമെന്നും അങ്ങനെ സലാമടക്കിയില്ല എങ്കിൽ പിന്നെ പിന്തിരിഞ്ഞു പോകണമെന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോ ആ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ അബൂ സഈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഫകുംതു, അദ്ദേഹം എഴുന്നേറ്റ് പറയാൻ, ഞാൻ കേട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയാം. നമ്മൾ ആലോചിക്കണം, എന്താ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞത്? ഫവല്ലാഹി ലഊജിഅന്ന ലഹ്റക വബദനക, നബി പറയാത്തത് നീ പറഞ്ഞാൽ നിന്റെ മുതുകിനും വയറിനുമൊക്കെ ഞാൻ വേദനിപ്പിക്കുന്ന ശിക്ഷ തരുന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പോഴാണ് ഇങ്ങനെ മജ്ലിസിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയപ്പോഴോ ആ മജ്ലിസിലുള്ള ആ സദസ്സിലുള്ള ഉത്തരവാദപ്പെട്ട സ്വഹാബിമാര് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തു. ആ സന്ദർഭത്തില് നിങ്ങൾ നോക്കൂ, ഫഖാമ മഅഹു ഫഅഖ്ബറ ബിദാലിക ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, എന്തുകൊണ്ടാണ് ഞാൻ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് നിന്നെ വേദനിപ്പിക്കും, നിന്റെ മുതുകിനും വയറിനും ഒക്കെ ശിക്ഷ നൽകും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? അത് അമ്മ ഇന്നീലം അത്തഹിമുക്, ഞാൻ നിങ്ങളെ സംശയിച്ചത് കൊണ്ടല്ല, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ സംശയിച്ചത് കൊണ്ടല്ല, വലാകിൻ ഖശീതു അൻ യതഖബ്ബല الناس അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ മേലില്ലാത്തത് ഇങ്ങനെ ആളുകൾ പറയുന്നത് ഞാൻ ഭയപ്പെട്ടു, അതുകൊണ്ടാണെന്ന. അപ്പൊ ഹദീസ് പറയുമ്പോൾ, നബി പറഞ്ഞു എന്ന് പറയുമ്പോൾ അത്രമാത്രം സൂക്ഷ്മത ജനങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഒരുപാട് കാര്യങ്ങൾ ഹദീസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ ഹദീസ് എന്ന് കേട്ടാൽ അപ്പടി അതിന് അർത്ഥമൊക്കെ മനസ്സിലാക്കി ആ അർത്ഥം കെട്ട് സങ്കല്പിക്കുക, അതിന് അക്ഷര വായന എന്ന് പറയുന്നു. അത് ശരിയല്ല. ഒരു ഹദീസിന്റെ മത്ലബ് എന്താണ്, അതിന്റെ തത്വം എന്താണെന്ന് മനസ്സിലാക്കണം. ഉദാഹരണം പറയാം, ഒരാൾ നമസ്കരിക്കുന്നു, ആ നമസ്കരിക്കുന്ന ആളുടെ മുമ്പിലൂടെ ഒരാൾ പോയാൽ എന്താ ഹദീസിലുള്ള യുദ്ധം ചെയ്യണമെന്നാ. കാത്തല് യുക്കാത്തല് പറഞ്ഞ യുദ്ധം ചെയ്യണമെന്നാ. അപ്പൊ അതിന്റെ അർത്ഥം നമസ്കരിക്കുന്ന ഒരാളുടെ മുമ്പിലൂടെ പോയാൽ ബോംബ് എടുക്കണം, തോക്കെടുക്കണം എന്നാണോ? AK-47 എടുക്കണം എന്നാണോ? അല്ല. അവിടെ ഫലിയുഖാത്തിലുഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കുറച്ചുകൂടെ കഠിനമായിട്ട് തടുക്കാൻ, ഒന്നുകൂടെ തടയുക, അതാണ്. അപ്പോൾ കടന്നു പോകാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൈകൊണ്ട് സൂചന നൽകണം. എന്നിട്ടും കടന്നു പോകാൻ വേണ്ടിയിട്ട് അയാൾ തയ്യാറാണെങ്കിൽ ശക്തമായിട്ട് തടയാം, അതാണ്. അല്ലാതെ യുദ്ധം ചെയ്യണമെന്നല്ല. അതുപോലെ നമ്മൾ നോക്കൂ, ഇപ്പോ ചില ആളുകളുണ്ട് ഈ സൊഫില് മറ്റൊരാളുടെ കാലിൽ കയറി നിൽക്കുക. അപ്പൊ അതൊക്കെ എന്താണ്, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അടുത്തടുത്തായി പരമാവധി ചേർന്ന് നിൽക്കുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മഹാനായിട്ടുള്ള മഹാനായിട്ടുള്ള ഇമാം ഹാഫിദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, അൽ മുറാദ് ബിദാലിക അൽ മുബാലഗതു ഫീ തസ്മീതി സുഹൂഫി വതഖാറുബിഹാ. എന്തുകൊണ്ടാണ് റസൂൽ അങ്ങനെ പറഞ്ഞത്? അതായത് അടുത്തടുത്ത് സ്വഫായി അണി ശരിപ്പെടുത്തി നിൽക്കാൻ, അതിൽ നല്ല സൂക്ഷ്മത പാലിക്കണം എന്നുള്ളതിനാണ് അങ്ങനെ പറഞ്ഞത്. ലാ ഹഖീഖത്തൽ ഇൽതിസാഖി, അതല്ലാതെ ലാ ഹഖീഖത്തൽ ഇൽതിസാഖന, ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കണം എന്നുള്ള യഥാർത്ഥ രൂപത്തിലല്ല. അല്പമൊക്കെ ചേർന്ന് നിൽക്കുക, സാധിക്കുന്ന അത്ര ഒരാൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകാത്ത രൂപത്തിൽ അങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. സഹോദരങ്ങൾ, ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ അക്ഷരാർത്ഥത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ പിന്നെ അത് നമ്മൾ തിരുത്തേണ്ട പല സംഗതികളുണ്ട്. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് പിന്നെ ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് കടക്കാം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മലമൂത്ര പ്രത്യേകിച്ച് മലവിസർജനമൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കഴുകിയിട്ട് കൈ മണ്ണുകൊണ്ട് കഴുകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത് കൈ കൊണ്ട് അത് വൃത്തിയാക്കി, എന്നിട്ട് ഭൂമിയിലെ ആ മണ്ണിൽ അടിച്ചിട്ട് എന്ത് ചെയ്യും? കൈ വൃത്തിയാക്കുന്ന. അപ്പോൾ നമ്മളും ഈ കാലഘട്ടത്തിലും മലവിസർജനം ചെയ്താൽ, ടോയ്ലറ്റ് പോയാൽ നിലത്തടിച്ച് മണ്ണിലടിച്ച് കൈ വൃത്തിയാക്കണം? വേണ്ട.
ആ പദാനുപത അർത്ഥം അല്ലെങ്കിൽ അക്ഷരവായന നടത്തുന്ന ആളുകൾ ഇപ്പോഴും മണ്ണുകൊണ്ട് ശുദ്ധിയാക്കണം എന്ന് പറയും. പക്ഷേ നമ്മളെന്താ ചെയ്യേണ്ടത്? ബുദ്ധിയുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത്? ഹദീസിനെ ആ രൂപത്തിൽ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ തത്വം, അതിൻ്റെ മത്ലബ് എന്താണെന്ന് മനസ്സിലാക്കുക. അതെങ്ങനെ മനസ്സിലാക്കുക? കയ്യിൻ്റെ ആ ദുർഗന്ധം മാറാൻ അതിന് സോപ്പ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും പിന്നെ സോപ്പ് പൊടി, മറ്റുള്ള ലിക്വിഡൊക്കെ ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരാൾ മൂത്രമൊഴിച്ചു, അയാൾക്ക് വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്യണം? 3 കല്ല് ഉപയോഗിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ 3 കല്ലും കിട്ടാത്ത സ്ഥലത്തോ എന്ത് ചെയ്യണം? അവിടെ വല്ല ഫൈനൊക്കെ ഉണ്ടല്ലോ, ഫൈൻ പേപ്പർ എന്നൊക്കെ പറയില്ലേ, ഫൈൻ പേപ്പർ അത് ഉപയോഗിക്കാം. കല്ലെന്നെ വേണം എന്ന് വാശി പിടിക്കേണ്ടതില്ല. ആ പിന്നെ മൂത്രം, ആ നജസ് വൃത്തിയാക്കിയാൽ മതി. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹദീസുകളെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ സിദർ ഉപയോഗിക്കണം, താളി ഉപയോഗിക്കണം. താളി ഉപയോഗിക്കാൻ നമ്മളിന്ന് താളിയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ നല്ല വാസനയുള്ള സോപ്പ് ഉപയോഗിച്ചാൽ മതി. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരാള് മുഹരിമായിട്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നു. അദ്ദേഹം ഹജ്ജിന് വരികയാണ്. അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹം ഒട്ടകപ്പുറത്താ വരുന്നത്, തൽബിയത്ത് ചെല്ലുന്നുണ്ട്, ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒട്ടകപ്പുറന്ന് വീണു. അങ്ങനെ ഒട്ടകത്തിന്റെ ചവിട്ടൊക്കെ ഏറ്റ് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്സിലുഹു ബിമാഇൻ വസിദ്രിൻ, അദ്ദേഹത്തെ വെള്ളം കൊണ്ടും താളി കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? കഴുകുക എന്നാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ താളി നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നല്ല വാസനകൾ സോപ്പെടുത്താൽ മതി. ഇങ്ങനെയൊക്കെയാണ് ഹദീസിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ യാത്ര സമയം ദൈർഘ്യമാകാണ്. പിന്നെ ഒരു ഹദീസിൽ കാണാം, ഒരാൾ യാത്ര ചെയ്യുകയാണെങ്കിൽ പിന്നെ അൽ പിശാച്ചാണെന്നാണ് ഹദീസിൽ കാണാം. അറാക്കിബ് ശൈത്വാൻ. അറാക്കി പറഞ്ഞാൽ യാത്രക്കാരൻ, വാഹനത്തിൽ കയറുന്നവൻ, ശൈത്വാൻ. അത് ഈ സുനൻ അബീ ദാവൂദിൽ 2607 വചനമാണ്. ഹദീസിലുള്ള കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? അക്ഷരാർത്ഥത്തിലുള്ള ശൈത്താനാണോ അത്? അല്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്ന ശൈത്താനാണോ? അല്ല. മറിച്ച് എന്താണ്? അത് ഒറ്റയ്ക്ക് ദൂരെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ അതത്ര നല്ലതല്ല. ഒന്നിച്ച് 2-3 ആളുകളൊക്കെ ഉണ്ടാകും. ആ രൂപത്തിൽ യാത്ര ചെയ്യാണ് വേണ്ടത്. ഒറ്റയ്ക്ക് മരുഭൂമിയിലൂടെ രാവും പകലും ദീർഘമായ യാത്ര, അത് പ്രയാസമുണ്ട് എന്നാണ് അത്രയുള്ള അതിനർത്ഥം. അതല്ലാതെ അതാ ശൈത്താൻ പോണു എന്ന് ഒരാൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ട്. സഹോദരങ്ങളെ, സമയത്തിൻ്റെ കുറവ് നിമിത്തം എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കൂടുതൽ വിജ്ഞാനങ്ങൾ നമ്മൾ കരസ്ഥമാക്കുക. നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആന്. ആ ഖുർആന് കഴിഞ്ഞാൽ സ്വഹീഹായ ഹദീസ് അത് ഇസ്ലാമിൻ്റെ പ്രമാണമാണ് എന്ന് ഈ സമുദായത്തെ പഠിപ്പിച്ചവരാണ്. നിങ്ങൾ നോക്കൂ, മുമ്പ് കാലത്ത് പള്ളി ദർസുകളിലൊക്കെ അവര് ഖുർആൻ എന്ന് പഠിക്കൂല, ഹദീസുകൾക്കും പ്രാധാന്യമില്ല. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളാണ്, മദ്ഹബിലെ ഗ്രന്ഥങ്ങളാണ്. അപ്പൊ ഹദീസ് ഇസ്ലാമിന്റെ 2ാമത്തെ പ്രമാണമാണ് എന്ന് പറഞ്ഞിട്ട് മദ്ഹബിന്റെ കിതാബുകളിലെ കിതാബുകളിലെ വാക്കുകളല്ല, അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹീഹായിട്ടുള്ള വചനങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് ജനങ്ങളെ പഠിപ്പിച്ച പ്രസ്ഥാനമാണ് നമ്മൾ. ഹദീസ് നിഷേധികളായ ചേകന്നൂരികളോട് സംവാദം നടത്തിയിട്ടുള്ളത് അത് നമ്മളാണെന്ന് മനസ്സിലാക്കണം. മരണപ്പെട്ടു പോയ അബ്ദുസ്സലാം സുലമി റഹിമഹുല്ലാഹു തആല, അദ്ദേഹം ആണല്ലോ ഈ പരപ്പനങ്ങാടി വെച്ചിട്ട് ഹദീസ് നിഷേധികളായിട്ടുള്ള ചേകന്നൂരിന്റെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്കാരോട് സംവാദം നടത്തിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ തന്നെ നമ്മൾ ഇറക്കുകയുണ്ടായി. ചേകന്നൂരിന്റെ ആശയങ്ങൾക്ക് വ്യക്തമായ മറുപടി, സുവ്യക്തമായ മറുപടി എന്നുള്ള രൂപത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതുകയുണ്ടായി. വിശ്വാസ സമാഹാരം എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങള്, റഫറൻസ് ഗ്രന്ഥങ്ങൾ തന്നെ രചിക്കുകയുണ്ടായി. അപ്പോ ഇതാണ് ഹദീസുകളോട് നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ. ചുരുക്കത്തിൽ ഇതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
ചില മിരാജ് വഴികളിൽ ആശ്രയത്തിൻ്റെ കുഞ്ഞിട്ട് നമ്മുടെ മാഷ് ചോദിച്ചിട്ടുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. നാസിലത്തിൻ്റെ കുനൂത്ത് സമീപകാലത്ത് പല പള്ളികളിലും ഓതുന്നതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ നോക്കൂ, ഈ വളവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ അടുത്താണെന്ന് തോന്നുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു മഹാൻ, അദ്ദേഹത്തിൻ്റെ പേര് KP മുഹമ്മദ് മൗലവി എന്നായിരുന്നു. 25 കൊല്ലക്കാലം അദ്ദേഹം കേരള നേതൃത്വ മുജാഹിദീൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമുടെ കാലഘട്ടത്തിൽ കേരളത്തിലുള്ള ഒരു മുജാഹിദ് പള്ളിയിലും അങ്ങനെ എന്തില്ല, നാസിലത്തിൻ്റെ കുനൂത്ത് ചെല്ലാറുണ്ടായിരുന്നില്ല. ഇനി അതല്ല കേട്ടോ ദീനിൽ തെളിവ്, KP ചൊല്ലിയില്ല എന്നല്ല ദീനിൽ തെളിവ്. ഈ ഏതൊരു വിഷയത്തിനും നമ്മൾ തെളിവ് പറയേണ്ടത് ഖുർആനും ഹദീസുമാണ്. അപ്പോൾ നാസിലത്തിൻ്റെ കുനൂത്ത് ചൊല്ലണമെന്നോ ഒന്നും തന്നെ ഖുർആനിലില്ല. പിന്നെ എന്താ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 70ഓളം വരുന്ന ഖുർആനുകളെ, ഖുർആൻ മനപ്പാടാക്കിയിട്ടുള്ള ആളുകളെ ചില ആളുകൾ ചതിച്ചു കൊണ്ടുപോയി കൊന്നു. ഇസ്ലാം പഠിപ്പിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് വഴിയിൽ വെച്ചിട്ട് ചെയ്തു, റസൂലിനെ ചതിച്ചിട്ടാണ് അവരെ കൊണ്ടുപോയത്. റസൂലിനെ അറിയൂല, മറഞ്ഞ കാര്യം റസൂലിനെ അറിയില്ലല്ലോ, അവരെ കൊന്നുകളഞ്ഞു. റസൂലിന് വലിയ ദുഃഖമായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവർക്കെതിരെ പ്രാർത്ഥിച്ചു. അങ്ങനെ സൂറ ആലി ഇംറാനിലെ 128-ാമത്തെ ആയത്തിറങ്ങി. എന്താണ്? ലൈസ ലക മിനൽ അംരി ശൈഉൻ, പ്രവാചകരെ നിനക്ക് അതിലൊരു കാര്യവുമില്ല. ഒരുപക്ഷെ അള്ളാഹു അവർക്ക് അവർക്ക് പുറത്തു കൊടുത്തേക്കാം, അല്ലെങ്കിൽ അവരെ ശിക്ഷിച്ചേക്കാം എന്നുള്ള ആയത്ത് അള്ളാഹു തആല അവതരിപ്പിച്ചു. അങ്ങനെ നബി എന്ത് ചെയ്തു? ആ കുനൂത്ത് നിർത്തി എന്നുള്ളതാണ്. ഇതെപ്പോഴാണ്? ഉഹദിന്റെ ഒക്കെ സമയത്താണ്. ബദർ കഴിഞ്ഞു, മദീനയിൽ വന്നിട്ട് അല്പം കഴിഞ്ഞപ്പോഴാണ് ബദർ നടക്കുന്നത്. പിറ്റേത്തെ കൊല്ലാണ് ഉഹദ് നടക്കുന്നത്. ആ സമയത്താണിത്. എന്നിട്ട് നബി എന്ത് ചെയ്തു? ഏകദേശം 8ഓളം കൊല്ലം, 7-ലധികം വർഷം നബി ജീവിച്ചു. ആ സമയത്തൊന്നും എത്രയോ യുദ്ധങ്ങളുണ്ടായി. നമുക്കറിയാം, ഖന്തക്കുണ്ട്, ഖൈബറുണ്ട്, പലതരം യുദ്ധങ്ങൾ നടന്നു. ആ സമയത്തൊന്നും എന്ത് ചെയ്തില്ല? ഇങ്ങനെ നമസ്കാരത്തിൽ നാസിലത്തിൻ്റെ കുനൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചൊല്ലുകയില്ല. അപ്പൊ നബി അത് ഉപേക്ഷിച്ചു. അതുകൊണ്ട് നമ്മളും അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഉപേക്ഷിക്കലാണ് സുന്നത്ത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുക, മുസ്ലിം ലോകത്തിന് ഒരു ആപത്ത് വന്നാൽ, അല്ലെങ്കിൽ ഏത് മുസ്ലിം ലോകത്തിനെന്നല്ല, നമ്മുടെ മഹലിൽപ്പെട്ട എന്തെങ്കിലും വലിയൊരു ദുരന്തം ഉണ്ടായി, ഒരു അപകടം ഉണ്ടായി, 3-4 ആളുകൾ മരണപ്പെട്ടു, നമ്മൾ അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന, നമ്മളൊറ്റയ്ക്ക് പ്രാർത്ഥിക്കുമല്ലോ. നമ്മൾ തഹജ്ജുദ് നമസ്കാരത്തിന്റെ സമയത്ത് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ഫർള് നമസ്കാര ശേഷം അങ്ങനെ ജുമഅയുടെ ഇമാം ഖുതുബക്ക് അതിന്റെ അവസാനത്തൊക്കെ പ്രാർത്ഥിക്കുമല്ലോ. ആ സമയത്തൊക്കെ നമ്മൾ ദുആ ചെയ്യുക. ഏത് സമയത്തും നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ആ ഘട്ടത്തിൽ ദുആ ചെയ്യാൻ, അതല്ലാതെ നമസ്കാരത്തിൽ ഒരു നാസിലത്തിന്റെ കുനൂത്ത് എന്നുള്ളത് അത് സുന്നത്തിനോട് യോജിക്കുന്ന ഒന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചു പോയതാണ്. അതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി ആർക്കെങ്കിലും ഉണ്ടല്ലോ? പരിശുദ്ധ ഖുർആനിൽ നമ്മൾ മറിച്ച് നോക്കുകയാണെങ്കിൽ ഹദീസുകളാണല്ലോ പറഞ്ഞത്. ഹദീസുകളുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ മറിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബുഖാരി ഉണ്ട്, മുസ്ലിം ഉണ്ട്, തുർമുദുണ്ട്, അബൂദാവൂദുണ്ട്, നസായി ഉണ്ട്, ഇബ്നു മാജ ഉണ്ട്. അതിന് സിഹാഹു സിത്ത എന്ന് പറയും. അതോടൊപ്പം തന്നെ മുസ്നദുകളുണ്ട്, മുസന്നഫുകളുണ്ട്. നിരവധി ഹദീസുകളാണ്, 10,000-കണക്കിന് ഹദീസുകളാണ്. അപ്പോൾ ഇവിടെ ഖുർആനിന് വിരുദ്ധമായ ഹദീസുകളില്ല എന്ന് പറയുന്നല്ലോ. ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ ഹദീസുകളുണ്ട്. എന്തെല്ലാം ഹദീസുകളാണ്! സുബ്ഹാനല്ലാഹ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹദീസുകളുടെ ഇനങ്ങൾ മുഅല്ലലുണ്ട്, മുൻഖതിഉണ്ട്, മുർസലുണ്ട്, മുദറജുണ്ട്, മുഖ്തലിബുണ്ട്. അങ്ങനെ പലതരം ഹദീസുകളുണ്ട്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് സഹീഹുൽ ബുഖാരിയിലെ 3849-ാമത്തെ വചനം കേൾപ്പിക്കാം. അൻ അംർ ബിൻ മൈമൂൻ ഖാൽ റഅയ്തു ഫിൽ ജാഹിലിയ്യത്തി ഖിർദതൻ ഇജ്തമഅ അലൈഹാ ഖിർദതൻ. അതായത് അംർ ബിൻ മൈമൂൻ പറയാം, ഞാൻ ജാഹിലിയ്യത്തിൽ ഒരു കുരങ്ങനെ കണ്ടു. ആ കുരങ്ങന്റെ ചുറ്റും കുറെ കുരങ്ങന്മാർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ കുരങ്ങൻ എന്താണ്? അത് സനത്ത്, അത് വ്യഭിചരിച്ചിട്ടുണ്ട്. കുരങ്ങൻ വ്യഭിചരിച്ചു. അങ്ങനെ ഈ വട്ടം കൂടി നിൽക്കുന്ന കുരങ്ങന്മാരൊക്കെ എന്ത് ചെയ്തു?
എറിഞ്ഞു കൊല്ലുകയാണ്, വ്യഭിചരിച്ചതിൻ്റെ പേരിൽ ആ കുരങ്ങനെ. അങ്ങനെ ഫർജംതുഹാമഅഹും, ഞാനും അവരോടൊപ്പം ഈ കല്ലെറിഞ്ഞു കൊന്നു എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം, ഒരു കുരങ്ങിന്, ഇത് ബുഖാരിയിലാണ്, കുരങ്ങിന് സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ജീവികൾക്ക് മതത്തിൻ്റെ നിയമങ്ങൾ അത് പാലിക്കാനുള്ള ഒരു തക്ലീഫ് അവർക്കില്ലല്ലോ. അത് മനുഷ്യർക്ക് മനുഷ്യനും ജിന്നിന് മാത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി എന്നാണ്. അപ്പോൾ ഇതുപോലുള്ള കോഴി, ആട്, കുരങ്ങൻ, ഇതിനൊന്നും എന്തില്ല, ഇസ്ലാമികമായ നിയമങ്ങൾ പാലിക്കൽ അവർക്കില്ല. അവർക്ക് വിവാഹമില്ല. പിന്നെന്താ ഈ വ്യഭിചാരം? അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. എത്രയോ വചനങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ ഖുർആൻ വിരുദ്ധമായിട്ടുള്ള സംഭവങ്ങൾ. ഇനി ആർക്കെങ്കിലും നിങ്ങളെന്തോ ചോദിച്ചല്ലോ? തെളിവുകളായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. അതെ, ഖിയാസ് എന്ന് പറഞ്ഞത് അത് എങ്ങനെയാണ്? ഖിയാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പച്ച മലയാളം തുലനപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ വിസ്കി, റമ്മ്, പിന്നെ MDMA ഇതൊന്നും ഹറാമാണെന്ന് ഖുർആനിലോ ഹദീസിലുണ്ടോ? ഇല്ല. ഇപ്പം MDMA കുറിച്ച് യുവാക്കളെ കുറിച്ച് നോക്കുന്ന പത്രത്തിൽ കാണാം. ഇത് ഹറാമാണെന്ന് എവിടെയില്ല? ഖുർആനിലില്ല, ഹദീസിലില്ല. എന്നാൽ അത് എങ്ങനെ ഹറാമാണെന്ന് നമുക്ക് പറയും? ലഹരിയാണത്, ഹറാമാണെന്ന് എങ്ങനെ പറയും? അപ്പോൾ മദ്യത്തിന് ചില പിന്നെ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്താ? കുടിച്ചു കഴിഞ്ഞാൽ ബുദ്ധി നശിപ്പിക്കും. അപ്പോൾ ഈ വസ്തുക്കളും കഴിച്ചാൽ ബുദ്ധി നശിപ്പിക്കും. അപ്പോൾ അല്ലാഹു തആല നിഷിദ്ധമാക്കിയ മദ്യം അതുപോലുള്ള സംഗതികൾക്കുള്ള ഗുണങ്ങൾ ഇതിനുണ്ടോ? അങ്ങനെ തുലനപ്പെടുത്താൻ, അതിനാണ് ഖിയാസ് എന്ന് പറയുക. ക്ലിയർ ആയല്ലോ? മഹറം ഇല്ലാതെ ഹജ്ജിനോ ഉംറക്കോ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ മഹറം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഏറ്റവും ഉത്തമം വിശ്വസ്തരായ നല്ലവരായ മഹറം അവരുടെ കൂടെ ഹജ്ജിന് പോകുകയാണ് നമ്മൾ മനസ്സിലാക്കണം. ഇമാം മാലിക് റഹ്മഹുള്ള പറഞ്ഞു, മഹറമായതുകൊണ്ട് സ്ത്രീ സുരക്ഷ ആയിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കേട്ട് കാണും, ഏറ്റവും കൂടുതൽ ചില പെൺകുട്ടികളൊക്കെ ബന്ധുക്കളിൽ നിന്നാണ് പീഡനങ്ങൾ ഏൽക്കുന്നത്. സഹോദരൻ ഗർഭം ധരിക്കാൻ അവധില്ല, ആളുകളുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ മഹറമാണെങ്കിൽ പോലും അവരെന്താകണം? ഫിത്ന അവരിൽ നിന്ന് ഭയപ്പെടാത്ത അവസ്ഥ ഉണ്ടാകണം. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഹജ്ജിനോ ഉംറക്കോ ഒരു സ്ത്രീക്ക് വഴി ഫിത്നയിൽ നിന്ന് പിന്നെ സുരക്ഷിതത്വം നൽകുന്നതാണെങ്കിൽ അവർക്ക് പോകാം എന്നാണ് അതിൽ പറയാനുള്ളത്. മനസ്സിലായത്? വഴി, അതായത് ഒരാൾ ഇവിടുന്ന് തിരൂരിന്ന് മക്കത്ത് പോയി 39, 40, 41 ദിവസം നിൽക്കണം ഹജ്ജിന്, മക്കത്ത് മദീനത്തുമായിട്ട്. ഇവിടുന്ന് പോണ അധിക പിന്നെ കാലയളവാണ്. ആ 41 ദിവസവും ഒരു പെണ്ണിന് തെറ്റായൊരു ചിന്തയിലേക്ക് ഏതെങ്കിലും ആളുകൾ വലിച്ചു കൊണ്ടുപോകാത്ത ആ ഒരു അവസ്ഥയില്ല എങ്കിൽ അവൾക്ക് പോകാം. ഉണ്ടോ? ഫിത്ന സംഭവിക്കാൻ സാധ്യത ഉണ്ടോ? പോകാൻ പാടില്ല. അതാണ് എൻ്റെ നിയമം. ക്ലിയർ ആയല്ലോ? എന്താണ്? അല്ല, പിന്നെ അത് പണ്ഡിതന്മാർ ശരിക്കും പറഞ്ഞു. ഞാൻ സമയത്ത് ഇറങ്ങിക്കൊണ്ടാ ഫത്ഹുൽ ബാരിയിലൊക്കെ പണ്ഡിതന്മാർ അത് എന്ന് മാത്രമല്ല, പിന്നെ നബി വഫാത്തായതിന് ശേഷം നബിൻ്റെ പത്നിമാർ തന്നെ ഉംറക്കൊക്കെ പോയിട്ടുണ്ട്, ഹജ്ജിനൊക്കെ പോയിട്ടുണ്ട്. മഹറമില്ലാതെ അന്യപുരുഷന്മാരുടെ കൂടെ ഹജ്ജിനും ഉംറക്കും പോയത് ഇമാം ഇബ്നു അബീ ഷൈബ അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് പോകാം, പ്രശ്നമില്ല. പക്ഷെ എന്താണ് ഏറ്റവും അടിസ്ഥാന പ്രശ്നം? എന്താ? മഹറമുണ്ടോ ഇല്ലേ എന്നുള്ളതിനേക്കാൾ ഫിത്ന ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ? ഒരു സ്ത്രീയുടെ അഭിമാനം പിച്ച് ചീന്തപ്പെടാൻ സാധ്യതയുണ്ടോ എങ്കിൽ പോകാൻ പാടില്ല. പല കേസുകൾ കേൾക്കുന്നുണ്ട്. ചിലതിലൊക്കെ പോയിട്ട് ചില സ്ത്രീകളൊക്കെ തിരിച്ചു വരുമ്പോൾ അമീറിൻ്റെ ഒപ്പം പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ഒന്നുമില്ല,
പടച്ചിറപ്പ് കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഇവിടെ ഈ പിന്നെ ഒരാൾക്ക് തൻ്റെ എളാപ്പയുടെ മകളെ അല്ലെങ്കിൽ മൂത്താപ്പയുടെ ഒരു പെണ്ണിനാണെങ്കിൽ തൻ്റെ എളാപ്പയുടെ മകനെയോ ഒക്കെ കല്യാണം കഴിക്കാൻ പറ്റും, തീർച്ചയായിട്ടും കഴിക്കാം. അപ്പോൾ നമുക്കറിയാം നബിയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആരെ കല്യാണം കഴിച്ചത്? അലി ഇബ്നു അബീ ത്വാലിബിനെയാണ്. അതായത് പിന്നെ എളാപ്പാൻ്റെ മകനാണ്, മനസ്സിലാക്കണം. അപ്പോൾ തീർച്ചയായും എന്ന് മാത്രമല്ല സൂറത്തു നിസായിൽ ആരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന്, ഇപ്പോൾ പിതാവിൻ്റെ ഭാര്യമാരെ കല്യാണം കഴിക്കാൻ പാടില്ല, ഹുർരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും എന്ന് പറയുന്ന ആയത്തുണ്ട്. അതിലെന്തില്ല? എളാപ്പാൻ്റെയോ മൂത്താപ്പാൻ്റെയോ മകളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം അത് കല്യാണം കഴിക്കാൻ അർത്ഥം. നിർത്തല്ലേ നമുക്ക്? തീർച്ചയായിട്ടും പരിധിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് 1/3 വർദ്ധിപ്പിക്കാൻ പാടില്ല. നോക്കൂ, ഒരു മയ്യത്തിന് 30 സെന്റ് സ്ഥലമാണുള്ളതെങ്കിൽ ആ പിന്നെ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ 10 സെന്റിലധികം വസിയത്ത് ചെയ്യാൻ പാടില്ല. ആ 10 സെന്റിലധികം വസിയത്ത് ചെയ്താൽ അത് പിന്നെ എന്താണ്? ഇസ്ലാം അംഗീകരിക്കാത്ത നിഷിദ്ധമായിട്ടുള്ള വസിയത്താണ്. ക്ലിയർ? ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള പല വചനങ്ങളും അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ വൈരുദ്ധ്യമായിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ ഇങ്ങനെ തെറ്റായി വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വലത് കൈ നൽകുന്നത് ഇടത് കൈ അറിയാത്ത വിധത്തിൽ നോക്കല്ലേ പല വചനങ്ങളും കാണാൻ വേണ്ടി പറ്റും. അതായത് 7 വിഭാഗം തണൽ കിട്ടുന്ന. അപ്പോൾ അതിലൊക്കെ നേരെ തിരിച്ചിട്ട് എന്തുണ്ട്? ഇപ്പോൾ ബുഖാരിയിലെ റിപ്പോർട്ടിന് നേരെ എതിരായിട്ട് മുസ്ലിമിലൊക്കെ കാണാം. ചില റിപ്പോർട്ടിൽ എന്താ പറയുക, ഇടത് കൈ നൽകുന്നത് വലത് കൈ അറിയാത്ത വിധത്തിൽ എന്നൊക്കെ വന്നിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എന്താണ് പിന്നെ സ്വീകാര്യയോഗ്യമായത് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, പിന്നെ ഇങ്ങനെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കുറേ അബദ്ധങ്ങൾ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ എങ്കിൽ പോലും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാ ഹദീസും തെറ്റാണെന്നല്ല. ഒരുപാട് ഹദീസുകൾ സഹിഹായതുണ്ട്. അത് സ്വീകരിച്ചാലേ നമ്മളെ മതം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പം എന്നാൽ ഞാൻ അവസാനിപ്പിക്കല്ലേ? അതെ, നോക്കൂ, ഒരു പള്ളിയിൽ പോയി, അവിടെ ജമാഅത്ത് അടക്കാണ്. ജമാഅത്ത് റുക്കൂഇലാണ്. അപ്പം നമ്മൾ അല്ലാഹു അക്ബർ എന്ന് റുക്കൂയിലേക്ക് പോയാൽ നമുക്ക് ആ റക്അത്ത് കിട്ടുമെന്നാണ്. ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ആ റക്അത്ത് കിട്ടൂല എന്നാണ്. കിട്ടുന്നുള്ളത് ആരുടെ വാദമാണ്? ഷാഫി മദ്ഹബുകാരുടെയും ഹംബലി മദ്ഹബുകാരുടെയും ഒക്കെ വാദമാണ്. ഒറ്റ ഹദീസിലും അങ്ങനെ റുക്കൂ കിട്ടിയ റക്അത്ത് കിട്ടുന്നില്ല. ആകെ ഒരു സംഭവമാണ് പറയുന്നത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു എന്നുള്ളത്. ആ ഹദീസിനെ ഇമാം ഇബ്നു ബത്വാലിനെ പോലുള്ള ബുഖാരിയുടെ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ ആ ഹദീസിലില്ല തഅദു എന്നുണ്ട്. അങ്ങനെ ആവർത്തിക്കരുത് എന്നാണ് ചില പണ്ഡിതന്മാർ അത് നൽകിയിട്ടുള്ള അർത്ഥം. എന്ന് മാത്രമല്ല സ്വഹീഹായ നിരവധി ഹദീസിൽ എന്താ ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ് എന്ന, ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല എന്ന, ഫയ ഖിദാജുന്ന, അത് അപൂർണമാണ് എന്നാണ്. ഫാത്തിഹ ഓതാത്ത നമസ്കാരം അപൂർണമാണ്. അപ്പൊ ഫാത്തിഹ ഓതിയാലേ ആ റക്അത്ത് കിട്ടുള്ളൂ. റക്അത്തുകൾ ഉണ്ടെങ്കിലേ ആ നമസ്കാരം പൂർത്തിയായി കിട്ടുള്ളൂ. അബദ്ധത്തിൽ സംഭവിച്ച് നോക്കൂ, അബദ്ധം നമ്മളടുത്ത് സംഭവിച്ചാൽ അല്ലാഹു തആല നമുക്ക് പുറത്തു തരും. എന്ന് മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കണം. അതാണല്ലോ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. റബ്ബേ, ഞങ്ങൾ മറന്നു പോയതിൻ്റെ പേരിൽ, ഞങ്ങൾ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ രാത്രിയിലും സത്യവിശ്വാസികൾ ഈ അവസാനത്തെ 2 ആയത്തുകൾ, സൂറത്തുൽ ബഖറയുടെ അവസാന 2 ആയത്തുകൾ ആമിന റസൂലും പറഞ്ഞു, അത് പ്രാർത്ഥിക്കണം, അത് ചൊല്ലണം. അത് മതിയാകും എന്നുള്ളതാണ്. അത്ര വലിയ പ്രാധാന്യം ഉണ്ട് അതിന്.
അതിൻ്റെ അവസാനമൊക്കെ എന്താ? വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ. റബ്ബേ എനിക്ക് മാപ്പ് തരണേ, ഞങ്ങൾക്ക് പുറത്തു തരണേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഏറ്റവും നല്ല പ്രാർത്ഥനയല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? അതെങ്കിലും രാത്രി എന്ത് ചെയ്യുക? ചൊല്ലി പ്രാർത്ഥിച്ച് കിടക്കുക. നമ്മളിപ്പോ നമ്മുടെ പ്രാർത്ഥനകളിൽ സത്യവിശ്വാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആകുമ്പോൾ ഇപ്പോഴത്തെ സമസ്തക്കാർ ഈ ശിർക്കും വിരാത്തും ചെയ്യുന്ന ഇവരെ ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി പറ്റിയുള്ള ഇസ്ലാമിക നോക്കൂ, നമുക്ക് സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത് കൊണ്ട് സത്യവിശ്വാസിയാകുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസിയാകുമോ? ഇല്ല. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹം എന്താ പറഞ്ഞത്? നാവ് കൊണ്ടുള്ള തൗഹീദ്, അതുകൊണ്ട് മാത്രം രക്ഷ ഉണ്ടാവില്ല. ഹൃദയം കൊണ്ട് തൗഹീദ് സ്വീകരിക്കണം. അതായത് ശരിയായ ഇസ്ലാമിക വിശ്വാസമുള്ളവരാണ് സത്യവിശ്വാസികൾ. മനസ്സിലായല്ലോ? അപ്പം അതുകൊണ്ട് ഈ സമസ്തക്കാരെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകൾ, അവർക്ക് ഇതൊന്നും അറിയില്ല. എന്നാൽ ഈ ആയത്തോതി ദുർവ്യാഖ്യാനിച്ച് ഷിർക്കിനെ ന്യായീകരിക്കുന്ന ഉറൂസുകളെയും അപ്പപാളിപ നേർച്ചയെയും ഒക്കെ ന്യായീകരിക്കുന്ന, അവിടെ എന്തൊരു പുതിയങ്ങാടി നേർച്ച, അങ്ങനത്തെയൊക്കെ അതിനെ ന്യായീകരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. അവരെ നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ, അവർക്കെന്തില്ല, വേണ്ടത്ര അവർ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് വിരോധമില്ല. അത്തഹിയാത്തിൽ വിരൽ ഇളക്കുന്നതിനെ സംബന്ധിച്ച ചോദ്യം. അത്തഹിയാത്തിൽ അങ്ങനെ വിരൽ ഇളക്കാറില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മനസ്സിലാക്കണം, അത്തഹിയാത്തിൽ വിരൽ ഇളക്കാറില്ല. സഹീഹ് മുസ്ലിമിൽ എന്താ പറയുക? ചൂണ്ട് വിരൽ കൊണ്ട് ഇങ്ങനെ ചൂണ്ടി എന്ന സഹീഹ് മുസ്ലിമിൽ 2 തവണ ഉണ്ട്. അതായത് ഇദാ ജലസലി തശഖുദി, അത്തഹിയാത്തിന് ഇരുന്നാൽ വലഅ യദഹുൽ യുംന അലാ ഫഖിദിഹിൽ യുംന, വലത് കൈ വലത് തുടയിലും, വലഅ യദഹുൽ യുസ്റ അലാ ഫഖിദിഹിൽ യുസ്റ, ഇടത് കൈ ഇടത് തുടയിലും വെക്കുക. വഅശാറ ബിഉസ്ബുഇ സബാബ, എന്നിട്ട് ഈ വലത് കൈയിലെ ചൂണ്ടുവിരൽ ചൂണ്ടുകയും ചെയ്യുന്ന. ഇതാണ് സഹീഹ് മുസ്ലിമിലുള്ളത്. പിന്നെ ഇതുണ്ടല്ലോ ഇളക്കി എന്നുള്ളത്, ഇമാം അബൂദാവൂദിന്റെ സുനനിൽ 989 വചനം അതിൽ കാണാം, കാന യുശീറു ബിഉസ്ബുഇഹി ഇദാ ദഅ വലാ യുഹർരികുഹാ, അവിടുന്ന് ചൂണ്ടുകയായിരുന്നു, ഇളക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആരും ഇളക്കാൻ പാടില്ല. ഇളക്കുന്നതുമായി ബന്ധപ്പെട്ട 40ഓളം ഹദീസുകളെ ഞാൻ വിശദമായി പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ സനദുകൾ എല്ലാ സനദിലും ദുർബലത ഉണ്ട്. അപ്പോൾ ഇളക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മഹാനായിട്ടുള്ള ഇമാം ഇബ്നു ഹസം റഹിമഹുല്ല അതിൻ്റെ അൽ മുഹല്ല ബിൽ ആഥാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, അദ്ദേഹം രേഖപ്പെടുത്തുക, ونستحب أن يشير المصلي إذا جلس للتشهد بإصبعه ولا يحركها. യുഹരിക്കുഹ എന്ന് പറഞ്ഞാൽ അത് ഇളക്കുമെന്നുള്ള, വലാ യുഹരിക്കുഹ എന്ന് പറഞ്ഞാലോ അതിന് ഇളക്കുമായിരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പം അത് ഇളക്കുന്നത് ശരിയല്ല എന്നാ. പല രൂപത്തിലും ഇളക്കുന്ന ആളുകളുണ്ട്. യമീനൻ വശിമാനൻ, വലത്തോട്ടും ഇടത്തോട്ടും ഇളക്കുന്ന ആളുകളെ, അതുപോലെ മേലോട്ടും താഴോട്ടും ഇളക്കുന്ന പല രൂപത്തിലും നമ്മൾ അത് ചെയ്യാൻ പാടില്ല. അത് കൃത്യമായിട്ട് സഹിയായിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് ഇളക്കാൻ പാടില്ല. നമ്മള് ജമ്മു കസറും, അതായത് ദോറ് അസർ മഗ്‌രിബ് ഇശാ, ഇതാണ് നമ്മൾ സാധാരണ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ഉംറ ടീമിന്റെ ഒരു ഇതില് എയർപോർട്ടിൽ വെച്ചിട്ട് അപ്പോൾ ഈ അമീർ ക്ലാസ് എടുക്കുക ഒക്കെ എടുത്തതിന് ശേഷം അസറിന്റെ സമയമായി. അപ്പോൾ ഇനി നമ്മൾ ജമ്മു കസറിന്റെ സമയത്തിന് എല്ലാവരും പോയിട്ട് അസർ 2 റക്അത്ത് നിസ്കരിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ദോറിന്റെ കൂടെ അസർ ജമ്മു കസർ എന്നുള്ളതല്ലോ. അപ്പൊ ഞാൻ മൗലവി ഒന്ന് കൂടെ ഫ്രീ ആയപ്പോ ഞാൻ ചോദിച്ചു, അല്ല മൗലവി അത് കൂടല്ലേ അത് 2 ആക്കി നിസ്കരിക്കുന്നത്, ഞാൻ അസർ നിസ്കരിക്കുമ്പോൾ ഒറ്റയ്ക്ക് 2 റക്അത്ത് നിസ്കരിക്കും. അപ്പൊ അതിലുള്ള ഇതെന്താ? അതാണ് ഒന്ന്. രണ്ടാമത്തത്, നമ്മളിപ്പോ പള്ളിയില് നമ്മള് സലഫി പള്ളിയിലൊക്കെ ഇപ്പൊ സഫ് നിന്ന് നിസ്കരിക്കുന്നവർ ഇരുന്ന് നിസ്കരിക്കുന്നവർ, അപ്പൊ നമ്മള് ചെയർ നമ്മളെ സഫിന്റെ ഇതിന് കണക്കായിട്ടാണ് ഇട്ടാറ്. അത് സുന്നി പള്ളിക്ക്
നേരെ തിരുവരി സ്റ്റെപ്പ് വേണ്ടി ഇറക്കിയിട്ടാണ് ചെയറിടാറ്. ആ അപ്പൊ ഈ സംഭവം ഞാൻ 1-2 പള്ളിക്കന്ന് ഞാൻ ആ മറ്റേ മൗലവിമാരോട് ഞാൻ ഇമാമ നിൽക്കണ മൗലവിമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം തൊട്ട് പേശത്തെ സ്വപ്പ് ആ ഭാഗം കാര്യേ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നിസ്കരിക്കാനായിട്ട് മുമ്പൊന്ന് പറഞ്ഞൂടെ, നമ്മുടെ ആ ലൈൻ അല്ല, അത് അങ്ങനെയല്ല, അത് 2 ഇതുണ്ട്. പിന്നെ ഇരിക്കുന്ന ആളുകൾക്ക് 1 ഇതുണ്ട്, നിന്ന് നിസ്കരിക്കുന്ന ആൾക്ക് 2 ഉണ്ട്. അപ്പോൾ അതിൻ്റെ വ്യക്തത എന്താണ്? അപ്പോൾ ജമ്മു കസൂർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ യാത്രക്കാരായ ആളുകൾക്കാണ് ചുരുക്കി നമസ്കരിക്കാൻ ജമ്മും കസൂറും അനുവദിക്കപ്പെട്ടുള്ളത്. എന്നാൽ രോഗികളായ യാത്ര ചെയ്യാത്ത ആളുകൾക്ക് ജമ്മു ചെയ്യാൻ അവർക്ക് കസറാക്കാൻ പാടില്ല. വിഷയം എന്ന് പറഞ്ഞാൽ മിക്കവാറും സന്ദർഭത്തിൽ ജമ്മും കസറും, അതായത് ലൊഹറിൻ്റെ സമയത്ത് അസറും ലൊഹറുമായിട്ട് നമ്മൾ നമസ്കരിക്കുക. അതിന് ജമ്മു തഖ്ദീം എന്ന് പറയുന്നത്. ഇനി അസറിൻ്റെ സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാം, അപ്പോഴും ലൊഹറും അസറും നമസ്കരിക്കാം. ലൊഹർ നമസ്കരിച്ചില്ലെങ്കിൽ അതിന് ജമ്മു തഖീർ എന്ന് പറയാം. ഇങ്ങനെയാണ് മിക്കവാറും നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ അപൂർവം ചില സന്ദർഭത്തിൽ പിന്നെ കസറാക്കിക്കൊണ്ട് തന്നെ ഓരോ വക്തിന് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിന് വിരോധമല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഹജ്ജിനൊക്കെ പോകുമ്പോൾ ഇപ്പം മിനായിലൊക്കെ ദുൽഹജ്ജ് 8-ന് തെർവിയത്തിൻ്റെ നാളെന്ന് പറയും, യൗമു തെർവിയ. അന്ന് ഓരോ നമസ്കാരത്തിൻ്റെ സമയത്ത്, അതായത് നമ്മളൊരു ലുഹാ സമയത്താണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് ഹജ്ജിന്. അങ്ങനെ ഇഹ്റാം ചെയ്ത് നമ്മൾ തൽബിയത്തിൽ മിനായിലേക്ക് പോയി. ലൊഹർ നബി മിനായിൽ വെച്ചാണ് നമസ്കരിച്ചത്. അപ്പോൾ ലൊഹറിൻ്റെ സമയത്ത് 2 റക്അത്ത് ലൊഹർ നമസ്കരിച്ചു, പിന്നെ അസ്ർ നമസ്കരിച്ചു. അപ്പോൾ അങ്ങനെ അപൂർവം ആകാം, അതിന് വിരോധമല്ല, അതൊരു തെറ്റൊന്നുമല്ല. പക്ഷേ മിക്കവാറും സന്ദർഭത്തിൽ യാത്രക്കാരാകുമ്പോൾ ഇങ്ങനെ 2ഉം ഒന്നിച്ച് തന്നെ നിർവഹിക്കാണ് ഏറ്റവും നല്ലത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ 2 ആ മുസ്ലിയാർ പറഞ്ഞത് എന്താ പറയുക, നിന്ന് നമസ്കരിക്കുന്ന ആളുണ്ടല്ലോ അയാൾക്ക് ഫുൾ പ്രതിഫലമാണ്. ഇരുന്ന് നമസ്കരിക്കുന്ന ആൾക്ക് അത് നിന്ന് നമസ്കരിക്കുന്നവൻ്റെ പകുതി കൂലിയാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സൊഫിടുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഉത്തരം വേറെയാണ് അയാൾ പറഞ്ഞത് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ മനസ്സിലാകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഈ പിന്നെ ചെയറിൻ്റെ കാലുകൾ സൊഫ് ശരിപ്പെടുത്തുക എന്നാണ് നമസ്കാരത്തിൻ്റെ ഒരു പൂർണ്ണതയിൽപ്പെട്ടത്. അപ്പോൾ എല്ലാവരുടെയും കാലുകൾ ഒരു രൂപത്തിൽ വരുന്ന രൂപത്തിലാണ് അത് വേണ്ടത്. ക്ലിയറായോ? പക്ഷേ ഇങ്ങനെ ബാക്കിലേക്ക് ഇടുമ്പോൾ, പ്രത്യേകിച്ച് 2ാമത്തെ സൊഫിൽ നമസ്കരിക്കുന്ന ആൾക്ക് സുജൂദ് ചെയ്യാനൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ അത് വളരെയധികം തെറ്റായ കാര്യമാണ്. സംസം വെള്ളം, ആ സംസം എന്ന് പറഞ്ഞാൽ അതൊരു അനുഗ്രഹീതമായ വെള്ളമാണ്. പിന്നെ ഖുർആനിൽ, പിന്നെ സൂറത്തു ആൽ ഇംറാനിൽ പറയുന്നുണ്ട്, ഫീ ആയാതും ബയ്യിനാത്ത് മഖാമു ഇബ്രാഹിം. അതായത് പരിശുദ്ധ മക്ക എന്ന് പറഞ്ഞാൽ ഒട്ടനവധി വ്യക്തമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ അവിടെ ഉണ്ടെന്നാണ്. ആ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട സംഭവങ്ങളാണ് പിന്നെ പരിശുദ്ധ കഅബാലയം. അവിടെ ഇങ്ങനെ തവാഫ് നടക്കുന്നു, എല്ലാ വർഷവും ആളുകൾ ഹജ്ജിന് വരുന്നു, ഉംറ ഒക്കെ നടക്കുന്നു. പിന്നെ ഒരുപാട് അത്ഭുതങ്ങൾ. അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് എന്താ ഈ സംസം. സംസം എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു, എത്രയോ കാലമായിട്ട് ആ വെള്ളം ആളുകൾക്ക് കുടിക്കാൻ, ലക്ഷക്കണക്കിന് ആളുകൾ കുടിക്കാൻ. പക്ഷേ ഈ വിഷയം എന്താ നിങ്ങൾ, ഇവർ ഇല്ലാത്ത കഥ പറഞ്ഞു. എന്താ കഥ? മാ ഉ സംസം ലിമാ ശുരിബ ലഹു. അതായത് സംസം വെള്ളം എന്തൊന്നുകൊണ്ട് ഉദ്ദേശിച്ചോ അത് അനുസരിച്ച് കുടിച്ചോ അതിൻ്റെ പ്രതിഫലം അത് അവർക്കുണ്ടാവുന്ന. ഉദാഹരണം പറയാണ്, ഒരാള് രോഗം മാറാൻ വേണ്ടിയിട്ട് സംസം കുടിച്ചു, അപ്പോൾ രോഗം മാറും എന്നുള്ളതാണ് ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ആധുനിക ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അതിനെ എതിർത്തു. ഈ ഹദീസിനെ മുൻകാല പണ്ഡിതന്മാരെ എതിർത്തുണ്ട്. ഇമാം നവവി, 2ാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനാണ്. അദ്ദേഹത്തിന്റെ അൽ മജ്മൂ ശർഹുൽ മുഹദ്ദബിൽ ആ ഹദീസ് ലഈഫാണെന്ന് പറയുന്നുണ്ട്. ദുർബലമായ ഹദീസാണ്. ഏത്? മാ ഉ സംസം ലിമാ ശുരിബ ലഹു. എന്തൊന്നിനാണോ സംസം കുടിച്ചത് അത് കിട്ടും എന്ന് പറയുന്ന ആ ഹദീസ്. പക്ഷേ ഇവിടെ ഈ സംസം ഉണ്ടല്ലോ, അത് ഇപ്പോൾ നമ്മൾ അത് ലൈഫാണെന്ന് മനസ്സിലാക്കി അതോടൊപ്പം തന്നെ ആ സംസം അതിനൊരു മഹത്വം ഉണ്ട്. അതെന്താ? അതൊരുപാട് കാലമായിട്ട് നമ്മൾ ഇങ്ങനെ പിന്നെ അവിടെ കുടിക്കാൻ കിട്ടുന്നു എന്നുള്ളത്. നമ്മൾ എതിർക്കുന്നത് എന്താണ്? പിന്നെ അതുകൊണ്ട് എന്തും
ലഭ്യമാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആധുനിക ഹദീസ് ആധുനിക ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഒരാൾ, ഒരു ജാഹിലായ മനുഷ്യൻ, ജാഹിലായ പറഞ്ഞാൽ എന്താ, വിവരമില്ലാത്ത ആള് സംസം കുടിക്കുകയാണ്, ബിസ്മിൽ സംസം കൊടുക്കുകയാണ്. എന്താണ് നീയത്ത്? എനിക്ക് ആലിമാകണം. സംസം കുടിച്ച ആള് ജാഹിൽ ആലിമാകും? ഇല്ല. ഒരാൾ വിചാരിക്കുകയാണ് എൻ്റെ അടുത്ത് 1 ലിറ്റർ പെട്രോൾ ഉണ്ട്, എന്താണ്, അല്ലെങ്കിൽ ഒരു കല്ലുണ്ടെന്ന് വിചാരിക്കാം. അയാൾ സംസം കുടിക്കുകയാണ് ബിസ്മിൻ ചൊല്ലിക്കൊണ്ട്, എൻ്റെ അടുത്തുള്ള കല്ല് സ്വർണ്ണാകണേ, ആവോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ സംഭവങ്ങൾ. ക്ലിയർ ആയല്ലോ? വെള്ളിയാഴ്ച ജുമാക്ക് 2 റക്അത്ത് യാത്ര പോകണം, 4 റക്അത്ത് കൂടെ നിസ്കരിക്കാൻ പറ്റുന്നത്. മുസാഫിറായ ഒരാൾക്ക്, യാത്രക്കാരനായ ഒരാൾക്ക് ജുമുഅ നമസ്കരിച്ച് ഉടനെ അദ്ദേഹം യാത്ര പോകുന്നവനാണെങ്കിൽ അസറും 2 റക്അത്ത്, യാത്രക്കിടയിലാണെങ്കിൽ കേട്ടോ, യാത്ര പുറപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങൾ യാത്രക്കിടയിലാണ് ജുമ നമസ്കരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ജുമയുടെ കൂടെ അസർ 2 റക്അത്ത് ജമ്മാക്കാൻ പാടില്ല എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത് അവരുടെ ഫത്വ മാത്രമാണ്. അതിന് ഒരായത്തോ ഒരു ഹദീസോ തെളിവായിട്ട് ഉദ്ധരിച്ചില്ല. അള്ളാഹിന്റെ റസൂല് ജമ്മ് ചെയ്യാൻ പാടില്ല എന്നോ അങ്ങനെ ജമ്മ് ചെയ്യുന്നത് തെറ്റാണെന്നോ ഒക്കെ പറഞ്ഞിട്ട് ഒരു പ്രമാണമില്ല. അവരുടെ കേവലം അഭിപ്രായം മാത്രമാണ്. നമ്മൾ പറയുന്നത് അത് അങ്ങനെ ഒരു വിലക്കുമില്ലാത്തത് കൊണ്ട് ളുഹറും അസറൊക്കെ ജമ്മാക്കുന്നത് പോലെ ജുമഅയുടെ കൂടെ ആ ഒരു മുസാഫിറുടെ യാത്രക്കാരന് അസറും ജമ്മാക്കാം എന്നുള്ളത് തന്നെയാണ്. യാത്ര സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ജമ്മാക്കാതിരിക്കുകയാണ് വേണ്ടത്. കസറാക്കാൻ പാടില്ല. അപ്പോൾ യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നമസ്കരിക്കാൻ സാധിക്കാത്തൊരു ഘട്ടമാണെങ്കിൽ ജമ്മാക്ക് നമസ്കരിക്കാം. യാത്ര ഇപ്പോൾ നമ്മൾ പ്ലെയിനിലാണ് അല്ലെങ്കിൽ വേറെ നിലത്ത് സുജൂദ് ചെയ്ത് നമസ്കരിക്കാൻ വയ്യാത്തൊരു ഘട്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ജമ്മ് ചെയ്യാം, കസറാക്കാൻ പാടില്ല. യാത്രക്കിടയിലാണെങ്കിൽ എന്ത് ചെയ്യാം? അതെ, ഇതുപോലുള്ള യാത്രയാണെങ്കിൽ ചെയ്യാം, ഒരു വിരോധമല്ല. അത് നോക്കൂ, അതായത് ചില ആളുകൾ എന്താ പറയുക, ളുഹറും അസറും പോലെ അല്ല വെള്ളിയാഴ്ച ജുമുഅ, അത് പ്രത്യേക നമസ്കാരമാണെന്ന് പറഞ്ഞിട്ടാണ് അസർ ഇതിനോട് ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷേ അതൊരു എന്തല്ല, ഒരു പ്രമാണമല്ല, ഒരു അഭിപ്രായം മാത്രമാണ്. അപ്പം അതുകൊണ്ട് എന്താണ്, ഒരാൾക്ക് ജമ്പ് ചെയ്യാം. ഈ യാത്രക്കിടയിലാണെങ്കിലോ കസറും ആക്കാം. ക്ലിയർ ആയാലോ? അല്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സമയ ദൈർഘ്യം ആയതുകൊണ്ട് നോക്കൂ, അതൊന്നുമില്ല. തിരിച്ചെത്തിയാൽ മനസ്സിലായി. അതായത് ഒരാള് ഇവിടുന്ന് കോഴിക്കോട് പോയി, കോഴിക്കോട് അടുത്താണല്ലേ, അല്ലെങ്കിൽ വയനാട് പോയി വിചാരിക്കുക. അയാൾ യാത്രക്കടിയിൽ ളുഹറും അസറൊക്കെ ജമാക്കി, എന്നിട്ട് അസർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഏതാനും മിനിറ്റ് മുമ്പോടെ തിരിച്ചെത്തി. അപ്പോൾ അയാൾ അസർ കൊണ്ട് നമസ്കരിക്കണമെന്നല്ലേ? ആ വിഷയത്തിൽ ഇമാം നവവി റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഒരല്പം മുമ്പ് വന്നാലും അയാളുടെ മേല് ഇആദത്തു സ്വലാത്ത് അഥവാ ആവർത്തി നമസ്കാരം ഇല്ല. കാരണം അയാൾ നമസ്കരിച്ചു കഴിഞ്ഞു, യാത്രക്കാരനാണ്, അയാൾക്ക് ഉദറുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. അത്യാവശ്യമുണ്ടോ എന്തെങ്കിലും? നമസ്കാരത്തിനിടയിൽ വുളു നഷ്ടപ്പെട്ടാൽ പിന്നെ നമസ്കാരം കഴിഞ്ഞു, ബാത്തിലാവും. ബാത്തിലാവും എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ നമസ്കരിക്കണം, നിർബന്ധമായി വുളു എടുക്കണം. വുളു ഇല്ലാതെ നമസ്കാരം. പിന്നെ വുളു എടുക്കാൻ പറ്റാത്ത ഇടയിലാണെങ്കിൽ ഇപ്പോൾ അവിടുന്ന് നമ്മളെന്ത് ചെയ്യും, മറ്റുള്ള ആളുകൾക്ക് പരമാവധി ബുദ്ധിമുട്ട് കുറവാക്കി അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുക, വീണ്ടും വുളു എടുക്കുക, എന്നിട്ട് ആ നമസ്കാരത്തിന് ജമാഅത്തിൽ തന്നെ ചേരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എത്രത്തോളം ആളുകൾക്ക് ബുദ്ധിമുട്ടാകാതെ നോക്കാൻ പറ്റുമോ അതാണ് ഫത്തഖുല്ലാഹ മസ്തതഅതും, കഴിവിൻ്റെ പരമാവധി അള്ളാഹിനെ സൂക്ഷിക്കാനാണ്. ആ ഒരു തത്വം പാലിച്ചാൽ മതി. കഴിഞ്ഞല്ലോ അല്ലേ? അപ്പോൾ അൽഹംദുലില്ലാഹ് എല്ലാവർക്കും
വളരെ സന്തോഷം, വളരെ നന്ദി. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അർഹമുറാഹിമീനായ നാഥ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരയണമേ. അള്ളാഹുവെ, മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടെ മരണമടയുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين.